Good morning, Miss. Good morning. Good afternoon. Okay. So prayer ഒക്കെ കഴിഞ്ഞിട്ടോ നിങ്ങളുടെ? Prayer കഴിഞ്ഞോ? Yes. ആരൊന്നും പറയണ്ട. ഇല്ല. Okay, so please start. അറിവിന്റെ കൈത്തിരി തെളിച്ചിടുമേ ആത്മാവിൽ നവ ചൈതന്യമേകൂ അജ്ഞത നീക്കി ജ്ഞാനമേകൂ തമസാകി നീക്കി പ്രകാശമേകൂ അജ്ഞത നീക്കി ജ്ഞാനമേകൂ തമസാകി നീക്കി പ്രകാശമേകൂ ഹൃത്തടവേദി തുറന്നിടുവാൻ വിജ്ഞാനദായക നീ തുണയ്ക്കൂ അകതാരിലെങ്ങും തെളിഞ്ഞിടുന്ന വിജ്ഞാനദീപമേ കൈ തൊഴുന്നു അറിവിന്റെ കൈത്തിരി തെളിച്ചിടുമേ ആത്മാവിൽ നവ ചൈതന്യമേകൂ. Very nice. Okay. So ഇന്ന് നിങ്ങൾക്ക് എക്സാം അല്ലേ? Term 1, right? എന്ത് പറ്റി? ടെൻഷനിലാണോ? അത് മിണ്ടുന്നില്ല. എന്താണ് എക്സാം? നിങ്ങളുടെ എക്സാം ഇന്നല്ലോ. സോറി 11 ആണെന്ന് വിചാരിച്ചു. ഓക്കെ, 11 and 12 ഇന്നാണ്. Term 1. നിങ്ങൾക്ക് Term 1 കഴിഞ്ഞു അല്ലേ? യെസ് മാം, കഴിഞ്ഞു. Term 2 വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ, ദെൻ മെയിൻ എക്സാം, പിന്നെ പ്രാക്ടിക്കൽസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ വൈവ സ്റ്റാർട്ട് ചെയ്യും. മേ ബി പ്രാക്ടിക്കൽസ് കഴിഞ്ഞിട്ട് 1 വീക്കിനുള്ളിൽ തന്നെ വൈവയുടെ സ്ലോട്ട്സ് ഇടും. സോ ഡോണ്ട് ഗെറ്റ് ഹെസിറ്റേറ്റ്, വൈവ അറ്റൻഡ് ചെയ്യണം. കാരണം വൈവ ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ തിയറി എക്സാം. മോണ്ടിസോറി മെത്തേഡിലെ പ്രാക്ടിക്കലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. തിയറി എക്സാം അത്ര ഇത് കൊടുക്കില്ല. മോണ്ടിസോറി അറിയാവുന്നവർ നിങ്ങളുടെ തിയറി മാർക്സിനേക്കാൾ കൂടുതലും വൈവ പ്രാക്ടിക്കൽസിൽ കിട്ടുന്ന മാർക്കാണ് നോക്കുന്നത്. ഓക്കെ, അതിന്റെ ഡിവിഷൻസ് ഒക്കെ അറിയാലോ, സ്പ്ലിറ്റ് അപ്പ് ഒക്കെ തന്നിട്ടുണ്ട്. സോ ഡിവിഷൻസ് ഒക്കെ അറിയാം, എങ്ങനെയാണ് മാർക്ക് ഇടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പൊ 4th വരുമ്പോ പ്രാക്ടിക്കൽ സെഷന് വരുമ്പോ ഇതുപോലെ വൈവ അറ്റൻഡ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളവരെ, വൈവ അറ്റൻഡ് ചെയ്യാൻ റെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറ്റ് ദ ടൈം ഓഫ് വൈവ എല്ലാ വർക്ക്സും കംപ്ലീറ്റ് ആയിരിക്കണം. ആ സമയത്ത് കംപ്ലീറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ചെയ്ത വർക്കുകൾക്ക് അനുസരിച്ചുള്ള സ്കോറാണ് ഇടാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ലാസ്റ്റ് റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് തന്നിരുന്നല്ലോ. എല്ലാ റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് തന്നു. പിന്നെ ഒരു 10 ക്വസ്റ്റ്യൻസ് തന്നിരുന്നോ? അത് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. മോസ്റ്റ് പ്രോബബ്ലി വിത്തിൻ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ, ക്ലാസ് ടൈമിൽ തന്നെ അതവിടെ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ മിസ്. പിന്നെ നമ്മുടെ റിയൽ വൈവ നവംബറിലല്ലേ ശരിക്കുള്ള വൈവ? റിയൽ വൈവ എന്നത് ആകെ ഒരു വൈവേ ഉള്ളൂ. അത് നമ്മളിപ്പം പ്രാക്ടിക്കൽ സെഷന് വരുന്നത്, അപ്പൊ നമുക്ക് വൈവ അല്ലല്ലോ ശരിക്കും. പ്രാക്ടിക്കൽ സെഷന് വരുമ്പോ വൈവയ്ക്ക് റെഡി ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാം എന്നാണ് പറഞ്ഞത്. ഇറ്റ്സ് നോട്ട് കമ്പൽസറി. ഓക്കെ. ഇപ്പൊ അന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്നാ ചെയ്യേണ്ടത്? പിന്നെ നിങ്ങൾക്ക് സ്ലോട്ട് ഇടും. നിങ്ങളുടെ പേരനുസരിച്ച് ഓരോ ടൈം നിങ്ങൾക്ക് സ്ലോട്ട് ഇടും. ആ സമയത്ത് അറ്റൻഡ് ചെയ്യണം. ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും. ക്ലാസ് റൂമിന്റെ ഓഫ്ലൈനിൽ പറ്റില്ല എന്ന് മാത്രം. പിന്നെ ഓഫ്ലൈൻ പറ്റില്ല. പക്ഷെ 8 ബാച്ചിലെ കുട്ടികള് നിങ്ങളുടെ കൂടെ പ്രാക്ടിക്കൽ സെഷൻ ചെയ്യാനായിട്ട് വരുന്നുണ്ട്. 8ന്റെ വൈവ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോ ആ കുട്ടികൾ അന്ന് വരുന്ന അന്ന് നേരിട്ട് വൈവ ചെയ്തോട്ടെ എന്ന് അവരെ റിക്വസ്റ്റ് ചെയ്തു. അപ്പൊ അവരുടെ വൈവ അന്ന് നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും റെഡി ആണെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾക്കായിരിക്കും. നിങ്ങളുടെ കഴിഞ്ഞിട്ടേ അവരുടെ നമ്മൾ ചെയ്യും. അവർക്കെല്ലാം കംപ്ലീറ്റ് ആണ്, ഇനിയൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല, അങ്ങനെയാണ്. സോ വൈവ അങ്ങ് തീരുവാണെങ്കിൽ തീരുമല്ലോ, പിന്നെ തിയറി എക്സാമിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതിയല്ലോ. വൈവ ആ 10 ക്വസ്റ്റ്യന്റെ അസൈൻമെന്റ് അടക്കം കംപ്ലീറ്റ് ആയിരിക്കണം എന്നാണോ മാം? അതെ അതെ, ഞാൻ പറയാം. നമ്മുടെ പ്രാക്ടിക്കൽ സെഷനിലെ ഫസ്റ്റ് വൺ മോണ്ടിസോറി അപ്പാരറ്റസ് ആണ്. 100 മാർക്കാണ് അതിന്. അതായത് മോണ്ടിസോറി അപ്പാരറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ സെഷനിൽ നിങ്ങൾ പരിചയപ്പെടുന്ന മെറ്റീരിയൽസ് ഉണ്ടല്ലോ, അന്ന് നേരിട്ട് വരുമ്പോൾ അതിന് മുമ്പ് ഡെമോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ, ടീച്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ക്ലാസ്. അപ്പൊ ആ മെറ്റീരിയൽസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, നിങ്ങൾ ആ ചെയ്ത മെറ്റീരിയൽസിനെ. അപ്പൊ ജസ്റ്റ് ആ പ്രാക്ടിക്കൽ കഴിഞ്ഞ് വൈവ അറ്റൻഡ് ചെയ്യുമ്പോൾ പ്രാക്ടിക്കൽ കഴിഞ്ഞതിന്റെ ഒരു ഓർമ്മയും, പിന്നെ 5th റെക്കോർഡ് എഴുതുമ്പോൾ അതിൽ അതിനെ പറ്റിയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം എഴുതുന്നുണ്ട്. അപ്പോ മോണ്ടിസോറി അപ്പാരറ്റസ് എന്ന് പറയുന്നത് അതാണ് വരുന്നത്. പലരും തെറ്റിദ്ധരിക്കപ്പെടുന്നത് പ്രീവിയസ് ബാച്ചൊക്കെ മോണ്ടിസോറി അപ്പാരറ്റസിൽ ഭയങ്കര ഇത് ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാത്തവർക്ക് അത്ര കാര്യമായി അവർ പറയാറില്ല. അപ്പൊ അതിൽ മാർക്ക് കുറവായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പം ഇവര് വിചാരിക്കണ എന്താന്ന് വെച്ചാൽ കുറെ മെറ്റീരിയൽസ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ നമ്മള്, അതാണ് ഞാൻ അപ്പാരറ്റസ് എല്ലാം ചെയ്തല്ലോ എന്നാണ് അവർ പറയുന്നത്. ആക്ച്വലി മോണ്ടിസോറി അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ മറിയാം മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസിന്റെ പ്രാക്ടിക്കൽ വർക്ക്ഷോപ്പ് പോലെ നമ്മൾ നടത്തുമല്ലോ, ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും. നിങ്ങൾക്ക് 4-ാം തീയതി വരുന്നത്, ഇപ്പോ ഓൺലൈനായിട്ട് നടക്കുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് 5th റെക്കോർഡിനെ ബേസ് ചെയ്തിട്ട്. ഇനി അടുത്തത് ടീച്ചിങ് പ്രാക്ടീസ് പ്ലസ് വൈവ എന്നാണ്. ടീച്ചിങ് അത് 100 മാർക്സ് ആണ് ടോട്ടൽ. അതിലെ ടീച്ചിങ് പ്രാക്ടീസിന് 50 മാർക്കും വൈവ എന്ന് പറയുന്നത് ആ ത്രൂ ഔട്ട് വൈവ നിങ്ങളുടെ ഓവറോൾ പെർഫോമൻസ്, ബോഡി ലാംഗ്വേജ്, പിന്നെ ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം ആണ് വൈവ എന്ന് പറഞ്ഞിട്ട് 50 മാർക്സ് എടുക്കുന്നത്. ഓവറോൾ ഒരു ഡൗട്ട് വെച്ചോട്ടെ, നമ്മളിപ്പോ ടീച്ചിങ് പ്രാക്ടീസിന് പോയി, പക്ഷെ ഈ വൈവയുടെ ടൈമിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ നമുക്ക് മാർക്ക് തരത്തില്ലല്ലോ. അപ്പം നമ്മൾ എന്താ കാണിക്കേണ്ടത്, നമ്മൾ പോയി എന്നുള്ളതിന് ഒരു എവിഡൻസ് ആയിട്ട്? ടീച്ചിങ് പ്രാക്ടീസ് ടീച്ചിങ് മാനുവൽ ആണോ നമ്മൾ കാണിക്കേണ്ടത്? ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോഴും എന്താണ് ടീച്ചിങ് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവര് 15 days പറഞ്ഞോട്ടെ. ടീച്ചിങ് പ്രാക്ടീസിന്റെ കാര്യം, കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പലപ്പോഴും ടീച്ചിങ് പ്രാക്ടീസിന് പോകാൻ പറ്റാത്ത ജെന്യുവിൻ റീസൺ ആയിട്ട് കുറെ പേരുണ്ട്. പിന്നെ ചിലരിപ്പോ പോകാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ അങ്ങനെ പോയിട്ടുള്ളവരുടെ ഞാൻ ആദ്യം പറയാം, പോകാത്തവരുടെ പിന്നീട് പറയാം. ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നവരുടെ ഇങ്ങനെ 3 കാറ്റഗറിയിലായിരിക്കും ആൾക്കാരുള്ളത് അല്ലെ. ഒരു ഏത് ബാച്ചിൽ നോക്കിക്കഴിഞ്ഞാൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കും, ടീച്ചിങ് പ്രാക്ടീസിന് പോയവരുണ്ടായിരിക്കും, ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നവരുണ്ടാകും, ടീച്ചിങ് പ്രാക്ടീസിന് പോകാത്തവരുണ്ടാകും. അപ്പൊ ടീച്ചിങ് പ്രാക്ടീസിന് പോയവർ, അവരോട് നമ്മൾ ചോദിക്കും ഏത് ക്ലാസ് ആണ്, എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു, എന്തൊക്കെ ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്തു, മോണ്ടിസോറി മെത്തേഡ് അപ്ലൈ ചെയ്തിരുന്നോ, അപ്പോൾ കിട്ടിയ ഫീഡ്ബാക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കും. ഓക്കെ, ഡെഫിനറ്റ്ലി ഈ ഒരു കാര്യങ്ങളെല്ലാം ചോദിക്കും. അപ്പൊ നിങ്ങളുടെ ആ ഒരു പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഒരു ഫീഡ്ബാക്ക് ഒക്കെ കിട്ടുമല്ലോ, ആ ഒരു പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും മാർക്ക് എടുക്കുന്നത്. ഇനി ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്, അവരോട് ചോദിക്കും മോണ്ടിസോറി മെത്തേഡ് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് വ്യത്യാസമാണ് കണ്ടതെന്ന് ചോദിക്കും. അപ്പൊ അവരുടെ മറുപടിയിൽ നമുക്ക് മനസ്സിലാവുമ്പോൾ അവർ ശരിയായ രീതിയിൽ അത് അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഇനി പോകാത്തവർ, അവരോട് എപ്പോഴാ പോകുന്നത്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാൻ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. കൂടാതെ അവർ ക്ലാസ്സിൽ ഡെമോ എടുക്കേണ്ടതായിട്ട് വരും. ഒരു മോക്ക് ടീച്ചിങ് പ്രാക്ടീസ്, അതായത് അവര് ഒരു ഇമാജിനറി ക്ലാസ് റൂം അസ്യൂം ചെയ്തിട്ട് അതില് കുട്ടികളെ ആക്ടിവിറ്റി ചെയ്യിക്കുന്നതായിട്ട് അവര് പ്രസന്റ് ചെയ്യണം. പോകാത്തവർ എന്തായാലും ചെയ്യണം, പോയവരെ കൊണ്ട് ടീച്ചേഴ്സ് ചെയ്യിക്കാം. അപ്പൊ അത് ടീച്ചിങ് പ്രാക്ടീസ് സെഷനിൽ വരുന്നുണ്ട്. അല്ലാതെ പോയില്ല എന്ന് കരുതിയിട്ട് മാർക്ക് കുറയ്ക്കില്ല, പക്ഷെ നിങ്ങളുടെ പ്രസന്റേഷൻ നന്നായാൽ മാത്രമാണ് മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, പിന്നെ പ്ലസ് വൈവ ഞാൻ പറഞ്ഞല്ലോ, ഓവറോൾ പെർഫോമൻസ്. പലരും നൈറ്റ് ഇട്ടുകൊണ്ട് വന്നിരിക്കും, വീട്ടിലെ ഡ്രസ്സിലിരിക്കും, ചിലർ ഓട്ടോയിലൊക്കെ വന്നിട്ട് കണക്ട് ചെയ്ത് അപ്പൊ പറയും വീട്ടിൽ പോയിട്ട് അറ്റൻഡ് ചെയ്തത്. കാരണം അത്രയും ലാഘവത്തോടു കൂടി വളരെ സിമ്പിൾ ആയിട്ടായിട്ട് ഒട്ടും സീരിയസ് ഇല്ലാതെ വൈവയെ ഫേസ് ചെയ്യുന്നവരുണ്ട്. ആക്ച്വലി വൈവ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ അതിനെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. ഒരു ശരിക്കും പറഞ്ഞ എക്സ്റ്റേണൽ പുറത്തുനിന്നുള്ള ഒരു എക്സാമിനർ വന്ന് ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ഞങ്ങൾ തന്നെ, ഈവൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പല ടീച്ചേഴ്സ് ഉണ്ടെന്നാൽ നിങ്ങൾ പഠിപ്പിച്ചവർ മാത്രം ആയിക്കോട്ടെ, നിങ്ങൾ പേടിക്കണ്ട എന്ന് ജയദേവ് സാറിന്റെ ഒക്കെ ഒരു ഇൻസ്ട്രക്ഷൻ ഉള്ളത് കൊണ്ടാണ് വൈവ ഞങ്ങൾ തന്നെ ചെയ്യുന്നത്. അല്ലെങ്കിൽ പുറത്തൊരു എക്സാമിനർ ആയിരിക്കും ചെയ്യുന്നത്. അത് ഇത്രയൊന്നും ആയിരിക്കും ഇങ്ങനെ അത്ര സ്മൂത്ത് ആവണമെന്നുമില്ല, പറയാൻ പറ്റില്ല, ഡിപ്പെൻസ് അവരെ അനുസരിച്ചിട്ട്.
അപ്പോൾ വന്നിരിക്കുമ്പോൾ ഞാനൊരു ജോബ് ഇന്റർവ്യൂവിന് പോവുകയാണ്. അപ്പൊ നമ്മളുടെ ആ ഒരു പേഴ്സണാലിറ്റി, നമ്മളുടെ ഔട്ടർ അപ്പിയറൻസ്, നമ്മുടെ ഫിസിക്, നമ്മുടെ ബോഡി ലാംഗ്വേജ് എല്ലാം അതിനനുസരിച്ച് കറക്റ്റ് ആയിരിക്കണം. മേക്ക് ഷുവർ പ്രോപ്പർ നെറ്റ്വർക്ക് കണക്ഷൻ ആയിരിക്കണം എന്നുള്ളത്. എത്രയോ പ്രാവശ്യം കുട്ടികൾ വന്ന് റേഞ്ച് ഇല്ലാതെ ഒന്നും കേൾക്കില്ല, നമുക്ക് മാർക്കിടാൻ പറ്റണമല്ലോ, ഇവിടെ കണ്ടാലല്ലേ മാർക്കിടാൻ പറ്റും. ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മൾ സറൗണ്ടിങ്സും എല്ലാം ശ്രദ്ധിക്കണം, ഡിസ്റ്റർബൻസ് ഇല്ല എന്നുള്ളതൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് വേണം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇൻ അഡ്വാൻസ് വൈവയുടെ സ്ലോട്ട് തരുന്നതും ആ ഒരു ടൈമിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പൊ അത് നെക്സ്റ്റ് റെക്കോർഡാണ്. റെക്കോർഡ് 5 റെക്കോർഡാണ്. ഒരു റെക്കോർഡിന് 20 മാർക്സ് വെച്ചിട്ടാണ്. അപ്പൊ അതില് റൈമും സ്റ്റോറിയും ഓൺ ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ടീച്ചേഴ്സ് അത് വാല്യൂ ചെയ്തോളും. 5 റെക്കോർഡും അവര് ഓൺലൈനിലാണെങ്കിലും അവരത് കറക്റ്റ് ആയിട്ട് തന്നെ വാല്യൂ ചെയ്തോളും. പിന്നെ അസൈൻമെന്റ്സ് ആൻഡ് റിപ്പോർട്ട്സ്, അവിടെ 100 മാർക്സിൽ എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്ത എല്ലാ അസൈൻമെന്റ്സിനും കൂടി 50 മാർക്സ് ആണ് വരുന്നത്. പിന്നെ സർവേ റിപ്പോർട്ട്, സർവേ ഒക്കെ ഞാൻ ടോപ്പിക് എല്ലാം തന്നതാണല്ലോ, ചെയ്തതല്ലേ എല്ലാവരും? സർവേ പറഞ്ഞ അതേ പ്രൊസീജിയർ പ്രകാരം ചെയ്താൽ മാത്രമാണ് ആ ഒരു മാർക്ക് വരിക. ഓക്കെ, മാക്സിമം ഒരു 48 ഒക്കെ വരുന്നത് ആ ഒരു രീതിയിൽ തന്നെ ചെയ്തവരുടെയാണ് ആ സർവേക്ക് മാർക്ക് വരുന്നത്. പലപ്പോഴും കുട്ടികള് അസൈൻമെന്റ്സ് ആൻഡ് റിപ്പോർട്ട് എന്നുള്ളതിൽ ചിലപ്പോൾ 72 കിട്ടിയ കുട്ടി എന്നെ വിളിച്ചിട്ട് ഞാൻ അസൈൻമെന്റ് എല്ലാം സബ്മിറ്റ് ചെയ്തു, എനിക്ക് അതിനെല്ലാം ഫുൾ മാർക്കായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ, അപ്പൊ എന്നിട്ട് എന്താ എനിക്ക് അവിടെ 72 വന്നിരുന്നു? ആ കുട്ടിക്ക് അസൈൻമെന്റിന് 48 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ ആ കുട്ടി സർവേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ കുട്ടി സർവേ ചെയ്തില്ലായിരുന്നു, ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് പിന്നെ ഞാൻ എങ്ങനെ അവിടെ 0 മാർക്ക് ഇടും എന്നുള്ളത് കൊണ്ട് അതിനോട് ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇങ്ങനെ ചൈൽഡ് കെയറിനെ പറ്റി, അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തു. അതുകൊണ്ട് മാത്രമാണ് അവിടെ ആ കുട്ടിക്ക് ഞാനൊരു 2.4 മാർക്ക് കൊടുത്തത്. മീൻസ് 24 മാർക്സ് കൊടുത്തു 50-ല്. അത്രയും കുറയ്ക്കേണ്ടെന്ന് വിചാരിച്ചു. ആ കുട്ടി നല്ല രീതിയിൽ പറഞ്ഞു. അപ്പൊ അത് സർവേ ചെയ്തിരുന്നെങ്കിൽ നല്ലപോലെ റിപ്പോർട്ട് ഉണ്ടാക്കിയാല്, അപ്പൊ അങ്ങനെ ആരെയും ഇപ്പം 0 ഒക്കെ കൊടുത്ത് ഒത്തിരി ലോ മാർക്ക് ആർക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചോദ്യം ചോദിച്ച് ആ സർവേയെ കുറിച്ചുള്ള അതിന്റെ ഒരു റെസ്പോൺസ് മനസ്സിലാക്കിയത്. അതൊന്ന് ആലോചിക്കുക. സർവേക്ക് മാത്രമാണ് 50 മാർക്ക്. അസൈൻമെന്റ് എത്ര എണ്ണം ചെയ്തു എന്ന് പറഞ്ഞാലും ടോട്ടൽ 50 മാർക്കിൽ നിൽക്കും. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ ഉണ്ടാക്കുന്ന ടീച്ചിങ് മെറ്റീരിയൽസ്. അതില് മെയിൻ ആയിട്ടും വേണ്ടത് ഡ്രസ്സിംഗ് ഫ്രെയിംസ്. എല്ലാം ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് 1 or 2 ഫ്രെയിംസ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്. സാൻഡ് പേപ്പർ തന്നെ വേണം, മറ്റേ ഒരു ഗ്ലിറ്റർ അല്ല ഉദ്ദേശിച്ചത്, ഫോം ഷീറ്റ് കൊണ്ടൊന്നുള്ളതല്ല. പിന്നെ അതായത് മറിയാം മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽ ആണ് ഇതൊക്കെ. അത് നമ്മളെ കൊണ്ട് അതിന്റെ ഒരു റിപ്ലിക്ക ലോ കോസ്റ്റിൽ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്തു. പിന്നെ അതുപോലെ വേർഡ് റീഡിംഗ് കാർഡ്, പിക്ചർ റീഡിംഗ് കാർഡ്, കളർ കാർഡ്, പിന്നെ അബ്രഹാംസിനും കൂടെ പിങ്ക് ടവറിന്റെ ഒരു റിപ്ലിക്ക ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടാകും. പിന്നെ അതുപോലെ തന്നെ കളർ ബോക്സ്. ഒരു കാര്യം ചോദിച്ചോട്ടെ മാം, സാൻഡ് പേപ്പർ വർക്ക് അത് കിട്ടിയിട്ടില്ലായിരുന്നു ആ മെറ്റീരിയൽ. അപ്പൊ ഞാൻ ആ ഗ്ലിറ്റർ വർക്ക് കൊണ്ടാണ് ചെയ്തത്, പേപ്പർ കൊണ്ടാണ് ചെയ്തത്. അപ്പൊ മാം അത് ഓക്കെ ആണെന്ന് പറഞ്ഞിരുന്നു ആ സമയത്ത്. മീൻസ് അത് നമുക്ക് ഫിംഗർ വെച്ച് ടച്ച് ചെയ്യുമ്പോ യെസ് മാം കിട്ടാവുന്നുണ്ട്. പക്ഷെ നമുക്ക് സാൻഡ് പേപ്പർ തന്നെയാണ് ശരിക്കും വേണ്ടത്. ഈ ഗ്ലിറ്ററിന്ന് ഗ്ലിറ്റർ കയ്യിൽ പറ്റില്ല. ഇല്ല മാം, ഗ്ലിറ്റർ അങ്ങനെ സ്പ്രെഡ് ആവാത്ത ഗ്ലിറ്റർ പേപ്പറാ, കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ളതാ. അത് നമുക്ക് ഫിംഗർ വെച്ചിട്ട് മനസ്സിലാക്കാനും പറ്റുന്നതാ. സാൻഡ് പേപ്പർ എനിക്ക് ഇവിടെ അവൈലബിൾ അല്ല, അതുകൊണ്ട് ഞാൻ ആ സമയം തന്നെ പറഞ്ഞായിരുന്നു. ആയിക്കോട്ടെ, കുഴപ്പമില്ല. എന്തായാലും ആ വൈബ് എടുക്കുന്ന സമയത്തൊന്നും പറയാം, കാരണം നമുക്ക് സാൻഡ് പേപ്പർ ആണ് ശരിക്കും വേണ്ടത്. നമ്മളുടെ സിലബസ് മറിയാം മോണ്ടിസോറി ഡിസൈൻ ചെയ്തത് സാൻഡ് പേപ്പർ വെച്ചിട്ടാണ്. അപ്പോ ചോദിച്ചോട്ടെ, നമ്മൾ ഈ സാൻഡ് പേപ്പറിന്റെ പല കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ടോ? അതായത് ഈ അവൈലബിൾ ആണോ എനിക്കറിയില്ല. സാൻഡ് പേപ്പർ അല്ല, അതിന്റെ ബാക്ക്ഗ്രൗണ്ട്. അത് പ്രോബ്ലം ഇല്ല. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ബാക്ക്ഗ്രൗണ്ട് കളർ ഹൈലൈറ്റ് ആയി പോരുന്നേ ഉള്ളൂ. നമ്മളുടെ ഈ സാൻഡ് പേപ്പറിന്റെ ആ ഒരു ഇംപ്രഷൻസ് നമുക്ക് കാണാനായിട്ട് പറ്റണം. കാരണം ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര ഡാർക്ക് ഫ്ലൂറസെന്റ് കളർ ആയി കഴിഞ്ഞാൽ കുട്ടികളുടെ ശ്രദ്ധ അതിലേക്ക് പോകും. അതുകൊണ്ട് ബ്ലൂ, പിങ്ക്, ഗ്രീൻ, ലൈറ്റ്, അതൊക്കെ ലൈറ്റ് ഷെയ്ഡ്സ് ആണല്ലോ, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് ചെയ്യാൻ മാക്സിമം നോക്കുക. അപ്പൊ അവൈലബിൾ അല്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ സമയത്ത് വൈവയുടെ സമയത്ത് അതൊന്ന് സ്പെസിഫിക് ആയിട്ട് പറയുക. അവൈലബിൾ ആയവർ അത് തന്നെ ചെയ്യണം കേട്ടോ. എവിടെയാ ക്യാപിറ്റൽ ലെറ്ററും വേണ്ടേ? സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും നമ്മൾ ചെയ്യണ്ടേ സാൻഡ് പേപ്പറിൽ?
എന്തെങ്കിലും ചെയ്യുക. സ്മോൾ ലെറ്റർ നിങ്ങൾക്ക് പറ്റിയാൽ മാത്രം ചെയ്യുക കേട്ടോ. കാരണം അതിന് കേർവിങ് കുറെ ഉള്ളത് കാരണം അത് പതുക്കെ ചെയ്താലും മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് അതും ഞാൻ പറഞ്ഞു, ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ നിങ്ങളൊരു 4 എണ്ണമെങ്കിലും മിനിമം ചെയ്തു വെക്കും. ഒന്നും ചെയ്യാതെ വരല്ലേ എന്ന് ഞാൻ പറഞ്ഞു. നമ്പേഴ്സ് അല്ലേ മാം? നമ്പേഴ്സ്. ഷോണിമയുടെ വീട് എവിടെ? ഞാൻ ദുബായിലാണ് മാം ഇപ്പൊ സെറ്റിൽഡ് ആയിട്ടുള്ളത്. പേപ്പർ ഇല്ല. ശരി, മനസ്സിലായി. ഞാൻ കുറെ ട്രൈ ചെയ്തു മാം, പക്ഷെ കിട്ടിയില്ലായിരുന്നു. പിന്നെ വെക്കേഷൻ നാട്ടിൽ വന്നു, പക്ഷെ ആ സമയത്ത് ഓൾറെഡി മാം പറഞ്ഞു കുഴപ്പമില്ല അത് യൂസ് ചെയ്യാന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അത് വെച്ചായിരുന്നു പ്രിപ്പയർ ചെയ്തത്. കുറെ മാസമായല്ലോ വർക്ക് തന്നിട്ട്. പിന്നെ ശരിക്കും ഈ ടാക്ടൈൽ സെൻസ് നല്ലപോലെ വരുന്നത് സാൻഡ് പേപ്പറിലാട്ടോ. നമ്മൾ പണ്ടൊക്കെ മണ്ണിൽ എഴുതില്ലേ, അപ്പൊ ഭയങ്കര ഒരു ഇത് സെൻസ് വരുമല്ലോ. ശരിക്കും എന്തെങ്കിലും പറ്റുമെങ്കിൽ ഉണ്ടാക്കി വെക്കൂ നാട്ടിലെപ്പോഴെങ്കിലും വരുമ്പോ. പിന്നെ വൈവയുടെ ഞാൻ ചിലപ്പോ മറന്നു പോകും. ഗ്ലിറ്റർ പേപ്പറിൽ ചെയ്യുമ്പോൾ മാർക്ക് കുറയോ മാം? നമുക്ക് മോണ്ടിസോറി മെറ്റീരിയലാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് ശരിക്കും. ഗ്ലിറ്റർ പേപ്പർ യൂസ്, അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നും മോണ്ടിസോറി മെറ്റീരിയൽസിൽ ഇല്ല. അതുകൊണ്ടാണ് സാൻഡ് പേപ്പർ യൂസ് ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെയുള്ള പിങ്ക് ടവർ ഉണ്ടല്ലോ, പിങ്ക് ടവർ നമ്മൾ പേപ്പറിൽ ചാർട്ടിൽ ചെയ്താൽ പോരെ? അതേ മതിയാണല്ലോ മാം പറഞ്ഞത്. അല്ലാതെ അതിന്റെ ഒരു റിപ്ലിക്ക ഉണ്ടാക്കാനല്ലേ അപർണ മിസ് പറഞ്ഞിട്ടുള്ളൂ. വിട്ടുവെച്ചൊക്കെ ചെയ്ത കുട്ടികളുണ്ട് കേട്ടോ. അങ്ങനെയൊന്നും അധികം ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ പറയുന്നില്ല. നിങ്ങൾ അതിന്റെ ഒരു റിപ്ലിക്ക കുട്ടികളെ കാണിക്കുക. അതിന്റെ ക്രോമാറ്റിക് സെൻസും ആ ഒരു സൈസിന്റെ വ്യത്യാസവും സ്റ്റാക്ക് ചെയ്യുന്നതും. നമുക്ക് അതിന്റെ വെയിറ്റ് മാത്രമാണ് മനസ്സിലാകാതെ പോകുന്നത്. വുഡാണെങ്കിൽ മാത്രമാണ് കുട്ടികൾ അതിന്റെ വെയിറ്റ് മനസ്സിലാക്കുള്ളൂ. അപ്പൊ അതും അതിന്റെ ഒരു ഫീച്ചറാണ്. വെയിറ്റ് അവർ ഐഡന്റിഫൈ ചെയ്യുന്നത്. പക്ഷെ നമുക്കങ്ങനെ വുഡ് കൊണ്ട് നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര കോസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ വീട്ടിൽ അതുപോലെ വർക്ക്ഷോപ്പ് ഒക്കെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അടുത്ത് അങ്ങനെ ഉണ്ടായിരിക്കണം. അവരോടൊക്കെ പറഞ്ഞ് ചെയ്തു തരുന്നവരൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യിക്കാവുന്നതേ ഉള്ളൂ. ബട്ട് ഇപ്പോ നിങ്ങൾ തൽക്കാലം അതിന്റെ ഒരു റിപ്ലിക്ക ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പൊ ഇത്രയുമാണ് ശരിക്കും വേണ്ടുന്ന മെറ്റീരിയൽസ്, പ്ലസ് എനി ക്രാഫ്റ്റ് ഐറ്റംസ് ഓഫ് യുവർ ചോയ്സ്. നിങ്ങൾക്ക് ഇതിനുള്ള ഇൻസ്ട്രക്ഷൻ വരും. വൈവയ്ക്ക് മുമ്പ് വൈവ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് തരും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ചോയ്സിലുള്ള എന്ത് ക്രാഫ്റ്റ്, മോണ്ടിസോറി മെറ്റീരിയൽസിന് നമ്മളെ കൊണ്ട് പറ്റുന്നതെല്ലാം നമ്മൾ ഡിസൈൻ ചെയ്യുക തന്നെ വേണം. അതുകൊണ്ടാണ് പേപ്പർ ലെറ്റേഴ്സിന്റെ കാര്യത്തിൽ ഇത്ര ഇതായിട്ട് പറഞ്ഞത് കേട്ടോ. പിന്നെ ഇത്രയല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. ഒക്ടോബർ 4 പ്രാക്ടിക്കൽ സെക്ഷന് വരുമ്പോഴേ അന്ന് വൈവ അറ്റൻഡ് ചെയ്യണ്ടെങ്കിൽ ഈ ഐറ്റംസ് ഒക്കെ എടുത്തോണ്ട് വരണോ? ഇതൊന്നും ക്യാരി ചെയ്ത് വരണ്ട. നിങ്ങൾ പ്രാക്ടിക്കൽ സെഷന് വരുമ്പോൾ നിങ്ങളുടെ റെക്കോർഡ് കംപ്ലീറ്റ് ആണെങ്കിൽ ആ റെക്കോർഡ് ബുക്ക് എടുക്കാം. സർവേ റിപ്പോർട്ട് എല്ലാം കംപ്ലീറ്റ് ആണെങ്കിൽ അതെടുക്കാം. 10 ക്വസ്റ്റ്യന്റെ അസൈൻമെന്റ് കംപ്ലീറ്റ് ആണെങ്കിൽ അതെടുക്കാം. പിന്നെ ബാക്കിയുള്ള അസൈൻമെന്റ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെടുക്കാം. പിന്നെ അന്ന് വൈവ അറ്റൻഡ് ചെയ്താൽ വീണ്ടും ഓൺലൈനായിട്ട് വൈവ അറ്റൻഡ് ചെയ്യേണ്ടി വരുമോ? വേണ്ട. അന്ന് വൈവ അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് തന്നെ, അല്ലെങ്കിൽ അന്ന് വരുമ്പോ തന്നെ നിങ്ങൾ ചെയ്ത മെറ്റീരിയൽസിന്റെ ഒരു ഫോട്ടോയോ, നിങ്ങൾ നിന്നിട്ടുള്ള ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ എടുത്തിട്ട് വന്നാൽ മതി. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാനേ ഈ ടീച്ചിങ് പ്രാക്ടീസിന് വന്നപ്പോ സ്കൂളിലാ, അതുകൊണ്ട് പെട്ടെന്ന് കയറിയതാ ചോദിക്കാൻ വേണ്ടി. നമ്മുടെ 100 മാർക്കിന്റെ അസൈൻമെന്റ് ഇല്ലേ, അത് 10 ക്വസ്റ്റ്യൻസ് തന്നതല്ലോ, അത് ആ ക്രമത്തിൽ തന്നെ എഴുതണോ? അത് നമുക്ക് ആദ്യം ഏതാണോ എഴുതണേ? അങ്ങനെയൊന്നുമില്ല, ഏത് ഓർഡറിലും എഴുതാം. ഏതാല്ലേ? ഓക്കെ, അത് ചോദിക്കാൻ വേണ്ടിയായിരുന്നു. ഇൻഡെക്സ് എഴുതണില്ലേ, 5th റെക്കോർഡിന്റെ ഇൻഡെക്സ്, അത് എഴുതണ എങ്ങനെയാ? 5th റെക്കോർഡിന്റെ ഇൻഡെക്സ് എഴുതണോ? നമ്മൾ കോപ്പി ചെയ്യണില്ലേ? അത് ടൈറ്റിൽ നോക്കി എഴുതിയ പോരെ? ടൈറ്റിലും പേജ് നമ്പർ നോക്കി എഴുതാലോ. അതെല്ലേ, അങ്ങനെ എഴുതാല്ലേ. ഈ 4th റെക്കോർഡിന് പസിൽസിന്റെ അതിന്റെ ഇൻഡെക്സും ആ ഫുള്ളായിട്ട് ക്വസ്റ്റ്യൻസ് എഴുതണോ? ഫുള്ളായിട്ട് ക്വസ്റ്റ്യൻ എഴുതണ്ട, നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ മാത്രം ഇൻഡെക്സ് എഴുതാൻ പറ്റുമെങ്കിൽ എഴുതിയാൽ മതി. അതൊരു ഡൗട്ട് കാരണം ചോദിച്ചതായിരുന്നു. സ്കൂളിൽ വന്നപ്പോ ടീച്ചിങ് പ്രാക്ടീസിന്. വെരി ഗുഡ്. ഓക്കെ, ഞാൻ കട്ട് ചെയ്യുക കേട്ടോ. ലഞ്ച് ബ്രേക്കിന് വന്നിട്ട് കയറിയതാ. ഓക്കെ, താങ്ക് യു. അസൈൻമെന്റ്സ് എന്ന് വരെ നോക്കും? വൈവയുടെ സ്ലോട്ട് ഇടാൻ തുടങ്ങുമ്പോ, അതായത് ഇപ്പൊ നിങ്ങളുടെ പ്രാക്ടിക്കലിന്റെ സമയത്തല്ല, പ്രാക്ടിക്കലിന് ജസ്റ്റ് അന്ന് കുറച്ചു പേരായിരിക്കുമല്ലോ വൈവയ്ക്ക് ചിലപ്പോൾ റെഡി ആയിട്ട് വരുന്നത്. ഇത് കഴിഞ്ഞ് നിങ്ങളുടെ വൈവ സ്ലോട്ട് ഇടാൻ തുടങ്ങുമല്ലോ, ഒരു ഡേറ്റ്.
സേ ഒക്ടോബർ ലാസ്റ്റ് 25-ാം തീയതി തുടങ്ങി നിങ്ങൾക്ക് വൈവ സ്ലോട്ട് ആണെങ്കിൽ, ഞാൻ ഡേറ്റ് വെറുതെ പറഞ്ഞാട്ടോ, ആ ഡേറ്റ് ആവണമെന്നൊന്നുമില്ല, അന്ന് തുടങ്ങി വൈവയുടെ സ്ലോട്ട് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ പിന്നെ അസൈൻമെന്റ് ക്ലാസ് റൂമിലോ വാട്സ്ആപ്പ് നമ്പറിലോ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ആ വൈവയുടെ ടൈമിൽ തന്നെ ടീച്ചേഴ്സ് അത് വാല്യൂ ചെയ്തു. മനസ്സിലായോ? വാല്യൂ ചെയ്തവരുടെ മാർക്ക് ടീച്ചർമാരുടെ കയ്യിലും ഉണ്ടാവും. സബ്മിറ്റ് ചെയ്തവരുടെ സമയത്ത് നമ്മള് കോൺവക്കേഷൻ സെറമണി വരുന്ന സമയത്ത് നമുക്ക് ഈ റെക്കോർഡ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ? അല്ല, സൈന് വാങ്ങിക്കാൻ പറ്റുമോ? സെറമണിയുടെ സമയത്ത് സൈൻ ചെയ്യലിന് ഭയങ്കര ഒരു ടാസ്ക് ആണ്. വേറൊന്നുമല്ല, ആ ഫംഗ്ഷൻ തീരാതെ നിങ്ങൾക്ക് സൈൻ കിട്ടില്ല. കാരണം എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്ത ടീച്ചേഴ്സ് ഒക്കെ അവിടെ ആയിരിക്കുമല്ലോ. അപ്പൊ അവരാരെങ്കിലും ഇറങ്ങി വന്നാലല്ലേ സൈൻ കിട്ടുള്ളൂ. അപ്പോ പ്രോഗ്രാം കഴിയുന്നവരെയും വെയിറ്റ് ചെയ്യേണ്ടി വരും. പ്രോഗ്രാമിന് മുമ്പ് എന്തായാലും ആ ഒരു പ്രോസസ് നടക്കില്ല. മിസ്സേ, നമുക്ക് ഇടയിൽ ഒരു ദിവസം വന്ന് സൈൻ മേടിക്കാൻ പറ്റുമോ? സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇതെല്ലാം ചെയ്ത് അത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. പക്ഷെ അത് ചെയ്യണമെങ്കിൽ നേരത്തെ ഇൻഫോം ചെയ്യണം. ഒന്നില്ലെങ്കിൽ PROയെ ഇൻഫോം ചെയ്യണം ഞാൻ, അല്ലെങ്കിൽ പ്രസിദ്ധ മാമിനെ വിളിച്ചിട്ട് പറയണം ഞങ്ങൾ ഇന്ന ദിവസം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സൈൻ തരുന്നു. കാരണം എന്താണെന്ന് വെച്ചാല് നമ്മളുടെ ഓഫീസും ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടും തമ്മിലൊരു 3-4 കിലോമീറ്ററിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ നിങ്ങൾ നേരെ ഓഫീസിലേക്കായിരിക്കും വരുന്നത്. കാരണം അവിടെയാണ് ഓഫീസ് സീലും പ്രസിദ്ധ മാമിന്റെ സൈനും അവിടെയാണ്. അപ്പൊ അത് കിട്ടുന്നത് ഓഫീസിലായിരിക്കും വരുന്നത്. അപ്പൊ ടീച്ചർമാർ ആരെങ്കിലും ഓഫീസിലേക്ക് വരണം, എക്സാമിനറിന്റെയും ആ ടീച്ചർ ഇൻചാർജിന്റെ ഒക്കെ സൈൻ ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ നേരത്തെ പറയുവാണെങ്കിൽ അവർ അതിനനുസരിച്ച് ടീച്ചേഴ്സിനെ അവിടെ എത്തിക്കും. പിന്നെ അത് മാത്രമല്ല, ഒരാൾ ഒറ്റയ്ക്ക് ഒരു ദിവസം വന്നു, അടുത്ത ആൾ അടുത്ത ദിവസം വന്നു, അങ്ങനെയല്ല. ജസ്റ്റ് ഗ്രൂപ്പിലൊന്ന് പറയും ഞാനിങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു എല്ലാവരും കൂടെ ഒരു ദിവസം, ഒരു 10 പേര് വരുന്നുണ്ടെങ്കിൽ അവരെ 10 പേര് ഒരു ദിവസം വരുവാണെങ്കിൽ അത് എളുപ്പമായിരിക്കുമല്ലോ. അതുകൊണ്ട് പറഞ്ഞത്. മാം, ഒരു കാര്യം ചോദിച്ചോട്ടെ, അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട നമ്പർ ഇല്ലേ, അതിലേക്ക് സബ്മിറ്റ് ചെയ്തു. മറ്റേ അറ്റൻഡൻസ് രജിസ്റ്റർ ആണ് ലാസ്റ്റ് ഞാൻ സബ്മിറ്റ് ചെയ്തത്. അത് കുറെ നാളായി, പക്ഷെ ഇതുവരെ മാർക്ക് കിട്ടിയില്ല. ആക്ച്വലി ഇത് എന്താണെന്നറിയോ, എത്ര ബാച്ചാന്ന് പറയും. 7 വരെയുള്ളവരെ കഴിഞ്ഞെന്ന് വിചാരിക്കും. 8th ബാച്ച് തുടങ്ങി 17 വരെയുള്ള കുട്ടികളുടെ അസൈൻമെന്റ് വന്നിരിക്കുക. ഞാൻ അതൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇരിക്കാന്ന് വിചാരിച്ചപ്പോഴാണ് 6ന്റെ 7ന്റെ മാർക്ക് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നത്. കാരണം അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമായതാണ്. അസൈൻമെന്റ് വെരിഫൈ ചെയ്ത് ഞാൻ മാറ്റി വെച്ചേക്കുന്നു. സോ ഇനി സെപ്റ്റംബർ 10th നിങ്ങളുടെ എല്ലാം നോക്കി മാർക്ക് തരാം. ഓക്കെ ഓക്കെ മാം. ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായോ? എന്താണ് വിസ്മയ? ഡേറ്റ് മനസ്സിലായില്ല. നമ്പേഴ്സും ആൽഫബറ്റ്സും അല്ലേ ചെയ്യാൻ പറഞ്ഞുള്ളൂ? അതെ, ഉള്ളൂ. വേർഡ് റീഡിംഗ് കാർഡ്സ് ആണ്, അതറിയാലോ. വേർഡ് റീഡിംഗ് കാർഡ്സ് ഒരു കാർഡില് നമ്മള് കോമൺ ആയിട്ട് വരുന്ന കുട്ടികൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ്. ഇന്നലെ വൈവ ചെയ്തപ്പോ ഒരു കുട്ടി പറയണ്ടായിരുന്നു, എന്താണ്, ഒരു സ്കൂളിൽ, ഒരു ഗവൺമെന്റ് സ്കൂളിലാണ് ഇതുപോലെ ടീച്ചിങ് പ്രാക്ടീസിന് ചെയ്യുന്നു. അപ്പൊ വേർഡ് റീഡിംഗ് കാർഡ് കൊണ്ടുപോയി. അപ്പൊ ഇവർക്ക് പഠിപ്പിക്കാനായിട്ട് ഫാമിലി എന്നുള്ളൊരു കൺസെപ്റ്റ് എങ്ങാണ്ട് സ്കൂളിൽ നിന്ന് കൊടുത്തു. അപ്പൊ നമ്മളുടെ ഈ ട്രെയിൻ ചെയ്ത എന്താണെന്ന് വെച്ചാൽ ഫാമിലി എന്നുള്ള കൺസെപ്റ്റ് വന്നപ്പോ കക്ഷി വേർഡ് റീഡിംഗ് കാർഡിനെല്ലാം ബ്രദർ, സിസ്റ്റർ, ഫാദർ, മദർ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ എന്നൊക്കെ പറഞ്ഞ് വേർഡ് റീഡിംഗ് കാർഡ് കൊണ്ടുപോയി. എന്നിട്ട് കുട്ടികളെ കാണിച്ചു കൊടുത്തു. അപ്പൊ ഇവര് അത് ആ വേർഡ്സിന്റെ സ്പെല്ലിംഗ് പഠിക്കുകയും ചെയ്തു. അവരുടെ വീട്ടിൽ ഇപ്പൊ ബ്രദർ ആണെങ്കിൽ ആളുടെ പേര് പറഞ്ഞു, ഗ്രാൻഡ് ഫാദർ ആണെങ്കിൽ ആളുടെ പേര് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു. അപ്പൊ ആ സ്കൂളിൽ ഒരു ടീച്ചർ പറയുവാണ്, ബ്രദർ എന്നുള്ള വേർഡിന്റെ സ്പെല്ലിംഗ് പഠിപ്പിക്കാൻ ആ ടീച്ചർ 3 ആഴ്ച എടുത്തു. ഇത് ഒരു ദിവസം കൊണ്ട് പഠിച്ചു കുട്ടികള്. അപ്പൊ അത്രയ്ക്കുണ്ട് ആ വിഷ്വൽ ഇമ്പാക്ട്. ടീച്ചറെ ഇമ്പോസിഷൻ കൊടുത്ത് കാണും, അത്രയ്ക്ക് ഉണ്ടാവുള്ളൂ. കുട്ടികൾ അതുപോലെ തന്നെ എഴുതി വെച്ചു. അവർക്ക് സ്പെല്ലിംഗ് അറിയില്ല കറക്റ്റ്, പക്ഷെ ഇതിങ്ങനെ കണ്ട് അവരുടെ ബ്രദറിനെ കണക്ട് ചെയ്തു. അങ്ങനെ ഫാമിലി മെമ്പേഴ്സ് ഓരോന്ന് പറഞ്ഞപ്പോ ഒറ്റ ദിവസം കൊണ്ട് തന്നെ കുട്ടികൾ അതിന്റെ സ്പെല്ലിംഗ് പഠിച്ചു പോകുന്നു. വേർഡ് റീഡിംഗ് കാർഡിന്റെ മോണ്ടിസോറി ഒരു ഇൻസൈറ്റ് ആണ് ശരിക്കും. നമ്മൾ ഹാർട്സ് ഓഫ്, അത്രയും ഒരു ഇൻസൈറ്റോട് കൂടിയാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അവരിത് ഡിസൈൻ ചെയ്ത് വെച്ചത്. ഇപ്പോഴും അത് പോപ്പുലർ ആവുന്നതിന്റെ കാരണം അതാണ്. ആ ഒരു മെത്തേഡ് അങ്ങനെ ഭയങ്കര അപ്രിസിയേഷൻ കിട്ടി ഈ കുട്ടിക്ക് PTA-യിലും സ്റ്റാഫ് മീറ്റിങ്ങിലും ഒക്കെ. വേർഡ് റീഡിംഗ് കാർഡ് എന്താന്ന് വിസ്മയ മനസ്സിലായോ? മനസ്സിലായി. ഇതുപോലെയൊക്കെ കുട്ടികൾക്ക് ഫെമിലർ ആയിട്ടുള്ളത് കുറച്ച് വലുതായിട്ടൊക്കെ ചെയ്യുവാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് അതൊരു ഇതാവും. പിന്നെ പിക്ചർ റീഡിംഗ് കാർഡ് എന്ന് പറയുമ്പോൾ പിക്ചറും കൂടെ വരും. കളർ റീഡിംഗ് കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കളേഴ്സ് സെലക്ട് ചെയ്യാം. ആ കളർ തന്നെ ചില കുട്ടികൾ ചെയ്തത് ഞാൻ പറയാം. നമുക്ക് മാത്തമാറ്റിക്സിലെ ജോമെട്രിക്കൽ ഷേപ്സ് ഒക്കെ ഇല്ലേ, ട്രയാങ്കിൾ, സ്ക്വയർ, റെക്ടാങ്കിൾ അങ്ങനെയൊക്കെ വരുന്ന സർക്കിൾ,
അതൊക്കെ എന്തായാലും കുട്ടികൾ ഐഡന്റിഫൈ ചെയ്യണമല്ലോ. അപ്പൊ കളർ റീഡിങ് കാർഡ് ചെയ്തപ്പം ഓരോ കളറും ഓരോ ഷേപ്പിൽ ചെയ്തു. അപ്പൊ കളറും ഐഡന്റിഫൈ ചെയ്തു, ഷേപ്പും ഐഡന്റിഫൈ ചെയ്തു. ആ രീതിയിലൊക്കെ ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടൊക്കെ കുട്ടികൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ പണിയും കുറയും. ഒറ്റ ഇതിൽ തന്നെ നമുക്ക് 2 കാര്യങ്ങൾ വരുമല്ലോ. അങ്ങനെ ചെയ്തു. പിന്നെ ഇങ്ങനെ ഓരോ കളറിൽ വരുന്ന ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അങ്ങനെ ചെയ്തവരുണ്ട്. അങ്ങനെ ഓരോ ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്തു. നിങ്ങളുടെ പ്ലാറ്റ്ഫോമാണ്, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ. നോ പ്രോബ്ലം. ഓക്കെ. പിന്നെ വേറൊരു കാര്യം, ഇൻസ്ട്രക്ഷൻസ് എന്തായാലും ഉണ്ടാകും. എന്നാലും ഞാൻ ഒന്നുകൂടെ ഇൻസ്ട്രക്ഷൻസ് പറയുവാണ്. വൈവ സ്ലോട്ട് തരുമ്പോ തീർച്ചയായിട്ടും ആ സ്ലോട്ടിൽ തന്നെ ജോയിൻ ആവാനായിട്ട് ശ്രമിക്കണം. ഒട്ടും പറ്റുന്നില്ല, പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസി വന്നു, അല്ലെങ്കിൽ ഒരു ജെന്യുവിൻ റീസൺ, ഇപ്പൊ വൈവ സ്ലോട്ട് ഇട്ടു, ആ രാവിലെ 10:30ക്കാണ് കയറേണ്ടത്, ആ സമയത്ത് വർക്ക് ചെയ്യാണ്, 10:30 കടന്ന് 10 മിനിറ്റേ ഉള്ളൂ വൈവ, ഫ്രീ ആകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ ഇൻഫോം ചെയ്യാൻ പറ്റുവാണെങ്കിൽ നേരത്തെ ഇൻഫോം ചെയ്താൽ നമ്മൾ സ്ലോട്ട് ഇടുന്ന കുട്ടിയെ ഇൻഫോം ചെയ്യും. അപ്പൊ ആ സമയത്ത് കയറുന്ന ടീച്ചറുടെ അടുത്ത് ആ ടൈമിൽ കയറേണ്ട, കുട്ടി വരില്ല, അല്ലെങ്കിൽ നേരത്തെ ഇൻഫോം ചെയ്താൽ പകരം വേറെ ആരെങ്കിലും ആ ടൈമിൽ നമുക്ക് സ്ലോട്ട് മാറ്റി കൊടുക്കാനും ഒക്കെ പറ്റും. അപ്പൊ നിങ്ങൾ അങ്ങനെയൊക്കെ സഹായിക്കുകയാണെങ്കിൽ നമ്മുടെ വൈവ വേഗം തീരും. പിന്നെ തിയറി എക്സാം വേഗം തീർന്ന് പെട്ടെന്ന് തന്നെ സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് കിട്ടും. മിക്കവാറും എന്തെങ്കിലുമൊക്കെ ജോബിന് അപ്ലൈ ചെയ്യാനായിട്ടിരിക്കുമ്പോൾ ഒരു ചെറിയ റീസൺ കൊണ്ട് വൈവ ലേറ്റ് ആയത് കൊണ്ട് നിങ്ങൾക്ക് എല്ലാവരുടെയും ഒരുമിച്ച് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ചിലര് പറയും ഞങ്ങൾക്ക് ഈ ബാച്ചിന്റെ കൂടെ പറ്റില്ല, നെക്സ്റ്റ് ബാച്ച് മതി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ നോക്കണ്ടല്ലോ. അപ്പൊ ബാക്കിയുള്ളവരല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ എത്ര വിളിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ വൈവയുടെ കാര്യത്തിൽ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. ഇപ്പോഴേ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിലൊക്കെ ഒരു 10 മിനിറ്റ്സോ 20 മിനിറ്റ്സോ ഒക്കെ ദിവസം സ്പെൻഡ് ചെയ്ത് അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക. റെക്കോർഡ്സ് കംപ്ലീറ്റ് ആക്കുക, അസൈൻമെന്റ്സ് കംപ്ലീറ്റ് ആക്കുക. ഒന്നുമില്ല, നിങ്ങൾ നിങ്ങളുടെ വർക്ക് നന്നായി ചെയ്യുവാണെങ്കിൽ ആരും മാർക്ക് പിടിച്ചു വെക്കില്ല. ഓക്കെ. റെക്കോർഡ്സിലെ അപ്പാരറ്റസ് റെക്കോർഡ്സിൽ നമ്മൾ പിക്ചർ ഒട്ടിക്കണം. ഞാൻ കുറച്ച് പിക്ചർ തന്നിട്ടുണ്ടല്ലോ, അതൊക്കെ ഒട്ടിക്കും. ബാക്കി നമ്മൾ പറ്റിയാൽ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ബാക്കിയെല്ലാം ഒട്ടിക്കും. അത് എപ്പോഴെങ്കിലും ആയിട്ടൊന്ന് ചെയ്താൽ മതി. ഇത്രയും പെട്ടെന്ന് ചെയ്യാൻ വൈവയുടെ ടൈമില് നമ്മൾ ഈ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്ത് വെക്കാന്നുള്ളതല്ലേ, ഈ എഴുതാനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചാൽ പോരെ? അതായത് പിക്ചേഴ്സും കൂടെ ഇൻക്ലൂഡഡ് ആയിരിക്കണോ? പിക്ചേഴ്സ് ഒട്ടിച്ചാൽ എന്തൊരു ഗുണം അറിയൂ? നിങ്ങൾക്ക് വൈവ ചെയ്യുമ്പോൾ ഞാനിപ്പോ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ഏതൊക്കെ എടുത്തു, ക്ലാസ്സിൽ ഇപ്പൊ ഏതൊക്കെ എടുത്തു, ഡെമോ ഏതൊക്കെ ചെയ്തു? നമ്പർ നോട്ട്സ് അതൊക്കെ. അപ്പൊ നമ്മള് ഒറ്റ ക്ലാസ് അല്ലെങ്കിൽ 2 ക്ലാസ് കാണുമ്പോഴൊന്നും പെട്ടെന്ന് നമ്മളുടെ ഓർമ്മയിൽ ഇതൊന്നും ഇരിക്കില്ല. അപ്പോ നമ്മൾ ഈ പിക്ചർ ഒട്ടിക്കുമ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി വായിക്കാനായിട്ട് എടുക്കുമ്പോൾ ഈ പിക്ചർ കൂടെ കാണുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും അല്ലെ? ആ വിഷ്വലുള്ള ഇമ്പാക്ട് കുറച്ച് കൂടുതലാണ്. അതേസമയം റൈറ്റപ്പ് മാത്രം വായിച്ചു കഴിയുമ്പോൾ അത് എങ്ങനെ ഇരിക്കും, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വേണ്ടല്ലോ. അതുകൊണ്ട് ഒട്ടിക്കാൻ പറ്റുന്നത് ഒട്ടിക്കുക. പിന്നെ ഫ്രൈഡേ നൈറ്റ് നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാകും. 7:30 ഓൺവേർഡ്സ് ആയിരിക്കും. ചിലപ്പോൾ അത് 1 അവറിൽ തീരും, ചിലപ്പോൾ 1.5 മണിക്കൂറിൽ തീരും. വേറെ ഒന്നുമല്ല, മോഡ്യൂൾ 3 ആണ് പ്രാക്ടിക്കൽ സെഷൻ. മോഡ്യൂൾ 3യെ കുറിച്ചുള്ള ക്ലാസ് ആണ് ഞാനായിരിക്കും എടുക്കുന്നത്. ഞാൻ നൈറ്റ് വെക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പകലാവുമ്പോൾ പേർക്കൊന്നും കയറാൻ പറ്റില്ല, ജോലിക്കൊക്കെ പോണവരെ. പ്രാക്ടിക്കൽ വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് മാക്സിമം ആളുകൾ കയറട്ടെ എന്ന് വിചാരിച്ചാണ് നൈറ്റ് വെക്കുന്നത്. സാധാരണ ഞാൻ വെക്കുന്നത് പ്രാക്ടിക്കൽ സെഷൻ ഏത് സാറ്റർഡേ ആണോ അതിന് മുമ്പുള്ള വ്യാഴാഴ്ചയാണ്. പക്ഷെ നെക്സ്റ്റ് തേഴ്സ്ഡേ എന്ന് പറയുന്നത് October 2 ആണെന്ന്. അവധിയാണെങ്കിൽ ക്ലാസ് ബുദ്ധിമുട്ടായിരിക്കും. ഫ്രൈഡേ വെക്കാനും പറ്റില്ല. ചിലരിങ്ങനെ ദൂരെ നിന്ന് വരുന്നവരുണ്ടെങ്കിൽ അത് ട്രാവലിംഗ് ആയിരിക്കും, തലേന്ന് രാത്രിയൊക്കെ പുറപ്പെട്ട് വരുന്നവരുണ്ടാവുമായിരിക്കും. അതുകൊണ്ട് ആണ് ഞാൻ അങ്ങനെ വെക്കുന്നത്. അതുകൊണ്ട് ഈ ആഴ്ചയാണ് അത് വെക്കുന്നത്, ഈ ഫ്രൈഡേ വെക്കും കേട്ടോ. മോഡ്യൂൾ 3 സമയം കിട്ടുവാണെങ്കിൽ മോഡ്യൂൾ 3 ചുമ്മാ ഒന്ന് മറിച്ചു നോക്കുക. നമുക്ക് വായിക്കാനുള്ളതേ ഉള്ളൂ. കുറേ കാര്യങ്ങൾ ആക്ടിവിറ്റീസ് ആണ്. നമുക്ക് വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കുറേ ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, ഇനി ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? വൈവയും പ്രാക്ടിക്കലും മാം ടീച്ചിങ് പ്രാക്ടീസിന് പോവാത്തവര് വൈവയുടെ സമയത്ത് ഡെമോ എടുക്കണം എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഡെമോ നമ്മൾ ഓൾറെഡി ഒരു ടോപ്പിക്ക് വെച്ചിട്ട് നമ്മൾ ചെയ്യണത് അപ്പോഴായിരിക്കും ആ ടോപ്പിക്ക് തരാം. അപ്പൊ മാം പറയുമ്പോൾ ആ ടോപ്പിക്ക് വേണം നമ്മൾ ഡെമോ എടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ളത് ചിലപ്പോ ചിലർ പറയും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്യാം. ചിലപ്പോൾ പറയാം ഒരു ആക്ഷൻ സോങ് എന്ന് പറയും, അല്ലെങ്കിൽ ആൽഫബറ്റിക്കൽ സോങ്സ്, ആൽഫബറ്റ്സ് കുട്ടികളെ പഠിപ്പിക്കണം, എന്ത് ചെയ്യും? അല്ലെങ്കിൽ നമ്പേഴ്സ് കുട്ടികളെ പഠിപ്പിക്കണം, ഇങ്ങനെ എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കും. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരും. മനസ്സിലായോ? ചിലപ്പോൾ ഇഷ്ടമുള്ളതെന്ന് പറയാം.
മാം 29th എനിക്ക് സ്കൂളിൽ ചെല്ലാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ട്രെയിനി ആയിട്ടായിരിക്കില്ല, ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറയും. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടുമോ എന്നെനിക്കറിയില്ല. നമ്മളെ ട്രെയിനിങ് പീരീഡിൻ്റെ സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ അവർ തുടർന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറയുന്നെങ്കിൽ നമുക്ക് അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് തരില്ലല്ലോ ട്രെയിനിങ് പീരീഡിൻ്റെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സമയത്ത് അവർ പേ ചെയ്തിരുന്നു. എന്താ മാം കേട്ടില്ല? അല്ല, കണ്ടിന്യൂ ചെയ്യാൻ പറയുന്നതെന്ന് വെച്ചാൽ ജോബ് ആയിട്ടാണോ? ജോബായിട്ടാണ് മാം. ഒരു ടീച്ചറിന്റെ, അതായത് ഒരു അസിസ്റ്റന്റ് മാതിരി, അതായത് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് മാതിരി ഒരു ടീച്ചർ വെളിയിൽ നിൽക്കും, ലീവ്. അവര് CBSE സ്കൂളാണ്. അപ്പോൾ അങ്ങനെ ഒരു ടീച്ചർ ഇപ്പൊ നിലവിൽ സ്കൂളിലില്ല. പക്ഷെ ഞാൻ ട്രെയിനിങ്ങിനാണ് ചോദിച്ചിരിക്കുന്നത്. സപ്പോസ് എനിക്ക് അവിടെ അതിലോട്ടാവുന്നെങ്കിൽ എനിക്ക് ട്രെയിനിങ്ങിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടില്ല അവിടെ നിന്ന്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ അവിടെ പ്രാക്ടിക്കൽ സെക്ഷന് വരുമ്പോഴത്തേക്കും ഞാൻ ഡെമോ കാണിക്കേണ്ടി വരുമോ? ഞാൻ ട്രെയിനിങ്ങിനാണെന്ന് പറയണോ? എന്തായിരിക്കും? അല്ല, അതായത് വൈവയുടെ സമയത്ത് ടീച്ചിങ് പ്രാക്ടീസിനെ പറ്റി ചോദിക്കുമ്പോൾ എന്ത് ചെയ്യുന്നതാണോ ആര്യയുടെ കൺസേൺ? ഞാൻ അവിടെ ക്ലാസ് എടുത്ത് കാണിക്കേണ്ടി വരുമോ? ഞാൻ ഇവിടെ ട്രെയിനിങ്ങിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതിയോ? ഞാൻ അവിടെ കാണിക്കേണ്ടി വരുമോ എന്നാണ് എന്റെ ഡൗട്ട്. ഓക്കെ, അപ്പോഴത്തെ ആര്യയുടെ സ്റ്റാറ്റസ് എന്താണെന്ന് വൈവ ചെയ്യുന്ന ടീച്ചറോട് പറയാം. അപ്പൊ ടീച്ചർ പറയും എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള ടീച്ചർ പറയും. ഇപ്പൊ ഡെമോ കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിന് ടെൻഷൻ ഇല്ലല്ലോ. നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലിയുടെ ഒരു പാർട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. അതിൽ പ്രശ്നമൊന്നുമില്ല. മാം, നമ്മള് ഈ ട്രെയിനിങ് കഴിഞ്ഞവരെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണോ വൈവയുടെ ടൈമില്? ഇല്ല, സബ്മിറ്റ് ചെയ്യണ്ട. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്കൂളിൽ നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തു എന്ന സർട്ടിഫിക്കറ്റ് നമ്മളുടെ ബയോഡേറ്റയിൽ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എവിടെയെങ്കിലും ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഡെഫിനറ്റ്ലി ഇങ്ങനെ ഒരു കോഴ്സാണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവർ ചോദിക്കും നിങ്ങൾ എവിടെയാണ് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തത്. അപ്പൊ നമുക്കൊരു പ്രൂഫ് അല്ലേ ആ സർട്ടിഫിക്കറ്റ്. അതുകൊണ്ട് പറഞ്ഞത് മാത്രം. പിന്നെ ബയോഡേറ്റയിൽ നമ്മൾക്ക് കാണിക്കാം നമ്മൾ ടീച്ചിങ് പ്രാക്ടീസ് ഈ ഡേറ്റ് തുടങ്ങി ഈ ഡേറ്റ് വരെ നമ്മളിവിടെ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ അത് കാണുമ്പോൾ അവർ ചോദിക്കും അതിന്റെ സർട്ടിഫിക്കറ്റോ നിങ്ങൾ എന്തെങ്കിലും റിപ്പോർട്ട് എഴുതിയിട്ടുണ്ടോ. അതുകൊണ്ടാണ് ടീച്ചിങ് മാനുവലിന്റെ കാര്യം പറയുന്നത്. മനസ്സിലായോ? നിങ്ങൾ എന്തെങ്കിലും റിപ്പോർട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കാണിക്കും. അല്ലെങ്കിൽ ചിലപ്പം വെറുതെ അവർ ചോദിക്കുള്ളൂ വെർബലി ഏത് ക്ലാസ്സിലെ കുട്ടികളായിരുന്നു, എന്തെല്ലാമാണ് അവരെ ചെയ്യിച്ചത്, ഫീഡ്ബാക്ക് എന്താ. ഇപ്പൊ നമ്മൾ വൈവയിൽ ചോദിക്കുന്നത് അത് തന്നെ. അതായത് ശരിക്കും ഒരു മോക്ക് ഇന്റർവ്യൂ പോലെ തന്നെയാണ് വൈവേ. നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും വൈവ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അതുപോലെ തന്നെ മാം നമ്മുടെ മൈമിന്റെ സ്ക്രിപ്റ്റ് എങ്ങനെയാന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ലേ മാം? മൈമിന്റെ സ്ക്രിപ്റ്റ് ശരിക്കും മൈം ചെയ്യുമ്പോ എന്താ ആക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആ ആക്ഷനിലൂടെ ഒരു മെസ്സേജ് ആണ്. ഏത് മൈം നോക്കിയാലും ഒരു മെസ്സേജ് ആണ് വരുന്നത് ആക്ഷനിലൂടെ, അല്ലെ? അപ്പൊ നമ്മളൊരു സ്റ്റോറി, ഒരു നറേഷൻ എഴുതി വെച്ചാൽ മതി. ഒരു നല്ലൊരു മെസ്സേജ് വരുന്ന ഒരു നറേഷൻ, ഒരു സ്റ്റോറി പോലെ എഴുതി വെച്ചാൽ മതി. നമുക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്ന് തോന്നുവാണെങ്കിൽ ആ തീം പറഞ്ഞു കൊടുത്ത് അവരതിന്റെ ആക്ഷൻസ് അവർ ചെയ്തോളും. നമുക്ക് ആക്ഷൻ ഒന്നും അതിനകത്ത് എഴുതി വരച്ചൊന്നും വെക്കണ്ട. സ്ക്രിപ്റ്റ് എഴുതി വെച്ചാൽ മതി. ഇങ്ങനെ ഇപ്പൊ ഒരു റോഡ് ആക്സിഡന്റിനെ കുറിച്ചുള്ള അവയർനെസ് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ചു. അപ്പോ ശരിയായ റോഡിന്റെ റൂൾസ് ഫോളോ ചെയ്യാതെ ആളുകൾ തോന്നുന്ന പോലെ പെഡസ്ട്രിയൻസ് ആണെങ്കിൽ നടക്കുമ്പോഴും അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അപ്പൊ നമുക്ക് അങ്ങനെ സ്ക്രിപ്റ്റ് എഴുതാം. തീം ഇതാണ്. എന്നിട്ട് ഒരു ജംഗ്ഷനില് സിഗ്നൽ ശ്രദ്ധിക്കാതെ ഒരു ബൈക്ക് പോയി, അത് പോയി ഒരു കാറിൽ ഇടിച്ചു, അങ്ങനെ അവിടെ ഒരു ആക്സിഡന്റ് നടന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് പോലെ എഴുതി വെക്കാം. എന്നിട്ട് അത് നമുക്ക് അതായത് അത് കാണിക്കാനായിട്ട് പറ്റണം കുട്ടികളെ കൊണ്ട്. ആ ഒരു രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റ് നറേഷൻ അത്രയും മതി. നമ്മൾ ജസ്റ്റ് സ്റ്റേജിൽ എന്താ പ്രസന്റ് ചെയ്യുന്നതിന്റെ ഒരു വിവരണം. അതെ 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 അതെ. ഡ്രാമ വരുമ്പോ ഡയലോഗ്സ് ഇൻക്ലൂഡഡ് ആവും, മൈം വരുമ്പോ ഡയലോഗ്സ് ഇല്ല, അത്രയല്ലേ ഉള്ളൂ. ഒരു തിമാറ്റിക് ആയിട്ടുള്ള ഒരു നറേഷൻ, ഒരു മെസ്സേജ് വരുന്ന ഒരു നറേഷൻ. ഡ്രാമയിലെല്ലാം നമ്മൾ ഡയറക്റ്റ് സ്പീച്ച് ആണ് പറയുന്നത്. ഫാദർ നമ്മൾ സംസാരിക്കില്ലേ അതുപോലെ തന്നെ. ഇപ്പൊ ഫാദർ എന്നിട്ടിട്ട് നമ്മൾ ഫുൾ കോളൻ ഇട്ടിട്ട് ഫാദർ പറയുന്ന ഡയലോഗ് എഴുതും. മദർ ഫുൾ കോളൻ ഇട്ടിട്ട് മദർ പറയുന്ന ഡയലോഗ്. ഫാദർ അമ്മയെ വിളിച്ചിട്ട്, അമ്മയുടെ പേരെന്തെങ്കിലും ഉണ്ടാവും, വിളിച്ചിട്ട് വേറെ അറിയുമെന്ന് ചോദിക്കുമ്പോൾ മദർ ഐ ആം കുക്കിംഗ്. പക്ഷെ നമ്മൾ സാധാരണ കഥ എഴുതുമ്പോ എങ്ങനെയാ? പാസ്റ്റ് ടെൻസ് ആയിട്ടാണ് എഴുതുന്നത് കഥകൾ എഴുതുമ്പോ, അല്ലെ? ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഷീസ് ഗോയിങ് സ്കൂൾ എവറി ഡേ, വൺ ഡേ ഷീ സോ എ കിച്ചൺ ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പാസ്റ്റ് ടെൻസ് ആയിട്ടില്ലേ സ്റ്റോറീസ് എഴുതുന്നത്. പക്ഷെ ഡ്രാമ എഴുതുമ്പോൾ ആ സമയത്ത് സംഭവിക്കുന്ന
കാര്യങ്ങൾ ആളുകളുടെ ഡയറക്റ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻ പോലെയാണ് നമ്മൾ ഡ്രാമ എഴുതുന്നത്. അതാണ് സ്റ്റോറി നോവലും ഡ്രാമയും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, വൈവയ്ക്ക് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. 10 മിനിറ്റ്സേ ഉള്ളൂ. നിങ്ങൾ എന്താണ് ആ മോണ്ടിസോറി മെത്തേഡ്, എങ്ങനെ നിങ്ങളുടെ ഉള്ളിലേക്ക് കയറി, അത് നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്തു, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രീവിയസ് ബാച്ചിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റുമായിരിക്കും. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ചെയ്ത വൈവയ്ക്ക് ഇരിക്കുമ്പോൾ ഓൺലൈൻ ആയിട്ടെങ്കിൽ നമ്മുടെ ബാക്കിൽ ടേബിളോ ബെഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫ്ലോറിലായാലും മതി, മറന്നു പോവാതെ തന്നെ എല്ലാ സാധനങ്ങളും നേരത്തെ തന്നെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടാകണം. എന്നിട്ട് മിസ് ടീച്ചിങ് മെറ്റീരിയൽസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ബാക്ക് കാം ഓൺ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും അതിനെ ജസ്റ്റ് നിങ്ങൾ നടന്ന് അതൊന്ന് കാണിക്കണം. ചോട്ടെ, ഈ വൈവയ്ക്ക് ഒരാഴ്ചക്ക് മുമ്പ് പറയത്തില്ലേ നമുക്ക് ഇത് ഇന്ന ദിവസമാണെന്നൊക്കെ പറയത്തില്ലേ? പറയും. ഒരു ചിലപ്പോ 2 ദിവസം മുമ്പ് അങ്ങനെയൊക്കെ പറയും. നോക്കുക, മെസ്സേജ് വരുമ്പോ നോക്കുക എന്റെ പേര് സ്ലോട്ടിലുണ്ടോ, ഏത് ടൈമാണ്, അത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന്. ഓരോരുത്തർക്കും ഓരോ ടൈമാണോ? ഓരോ ടൈമാണ്. ഒരാൾ മാത്രമേ കാണുള്ളൂ. അപ്പൊ ഞാനാണെങ്കിൽ ഞാൻ മാത്രമേ കാണത്തുള്ളൂ. അത്രേ ഉള്ളൂ. വളരെ പ്രൈവറ്റ് ആയിരിക്കും, വളരെ കോൺഫിഡൻഷ്യൽ ആയിരിക്കും. ടീച്ചേഴ്സ് ഉണ്ടാവും? എന്തോ ടീച്ചേഴ്സ് എത്ര പേരുണ്ടാവും? നിങ്ങളെ ഈ ഒരു മോണ്ടിസോറിയിൽ പഠിപ്പിക്കുന്ന ഇംഗ്ലീഷ് ഒഴിച്ചുള്ള എല്ലാ ടീച്ചേഴ്സും മാറി മാറി വരാം. അതായത് ഇപ്പൊ ഒരു കുട്ടിയും ഒരു ടീച്ചറും 1 to 1 അത്രേ ഉണ്ടാവുള്ളൂ. നമ്മള് അവിടെ പ്രാക്ടിക്കൽ സെക്ഷൻ കഴിഞ്ഞിട്ടായിരിക്കും മാം നമുക്ക് വൈവേ? അതെ, കാരണം എന്താ വെച്ചാൽ പ്രാക്ടിക്കൽ സെഷനിൽ നിങ്ങൾ മെറ്റീരിയൽസ് ഒക്കെ ഫെമിലറൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ റിലേറ്റ് ചെയ്താണ് മോണ്ടിസോറി അപ്പാരറ്റസ് എന്ന ഫസ്റ്റ് ഇതില് സെഷനിൽ വൈവയുടെ മാർക്ക് ഇടുന്നത്. 2 മണി വരെയല്ലേ പ്രാക്ടിക്കലിന്റെ ടൈം തന്നേക്കുന്നത്? അതെ, അത് കഴിഞ്ഞു. അതായത് ട്രെയിനിലേക്കാണ് തിരിച്ചു വരാനുള്ള ആ ടൈമിന്റെ അത് വെച്ചിട്ട് ചോദിച്ചതാ. അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം. ഒത്തിരി നേരത്തെയുള്ള ട്രെയിനൊന്നും ബുക്ക് ചെയ്യാതിരിക്കും. 1 മണിയൊക്കെ മറ്റേ ഒരു 2 മണി 2:30 ഒക്കെ കഴിഞ്ഞിട്ടുള്ള ട്രെയിനൊക്കെ നോക്കി വെക്കുക. കാരണം എന്താന്ന് വെച്ചാല് ഈ വൈവയല്ല പ്രാക്ടിക്കൽ സെഷൻ ചില ബാച്ചുകൾക്ക് പെട്ടെന്ന് തീരാറുണ്ട്. നമ്പർ ഓഫ് കുട്ടികൾ കൂടുതലാണെങ്കിലും ശരി പെട്ടെന്ന് തീരും. കാരണം ഒരു 50-55 കുട്ടികൾ വന്നപ്പോ പെട്ടെന്ന് തീർന്നിടുക. പക്ഷെ 30-40 വന്നപ്പോ പതുക്കെ തീരണു. അപ്പൊ ആ ഒരു എന്താ പറയാ, അവരുടെ ആ ഒരു മേർജ് ആവുന്നതിന്റെയോ അങ്ങനെ എന്തിന്റെങ്കിലും പ്രശ്നമായിരിക്കും. പിന്നെ ചിലര് ഓൺ ദ വേ ആയിരിക്കും, ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ അവരെത്തുമ്പോഴേക്കും അവർക്കും എല്ലാം പറഞ്ഞു കൊടുക്കൽ മാത്രമല്ല, നിങ്ങൾ തന്നെ ചെയ്യുവാണത്. ഇത്രയും ദൂരെ വന്നിട്ട് കാഴ്ചക്കാരെ പോലെ നോക്കിയിട്ട് ഒരിക്കലും പോകരുത്. എല്ലാ മെറ്റീരിയൽസും കയ്യിലെടുത്ത് ചെയ്ത് നോക്കണം. ഡൗട്ട്സ് കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അത് ക്ലാരിഫൈ ചെയ്യണം. മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾ അങ്ങനെ ചെയ്യുന്നത്. അവർ മെറ്റീരിയൽസ് റിപ്പീറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് അവർക്ക് അതിൽ ഒരു ക്ലാരിറ്റി വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നർ ചൈൽഡ് പുറത്തു വരണം. ആ രീതിയിൽ നമ്മൾ ഇരുന്ന മെറ്റീരിയൽസ് വെച്ചിട്ട് ആക്ടിവിറ്റി ചെയ്യണം. വരാത്തവർക്ക് നല്ല പോലെ നിങ്ങൾ ചെയ്യുന്നതിന്റെ വീഡിയോ എടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലാസ്സിലെ ഡെമോയെക്കാളും വീഡിയോ ഒത്തിരി ഹെൽപ്പ് ചെയ്തിരുന്നു എന്ന് കുട്ടികൾ പറഞ്ഞിരുന്നു. നിങ്ങൾ ചെയ്യുമ്പോൾ ആ വീഡിയോ എടുത്തിട്ട് അവർക്ക് ഷെയർ ചെയ്യൂലേ? ചിലര് വീഡിയോ എടുക്കുന്നതിന്റെ ഒപ്പം തന്നെ അതിനെപ്പറ്റി വിവരിക്കും, പറയും. അങ്ങനെയും റെക്കോർഡ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ വരാത്തവർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. വൈവിക്ക് വന്നിരിക്കുമ്പോൾ അവര് പറയാറുണ്ട്, ഞങ്ങൾക്ക് പോയില്ലെങ്കിലും ഇങ്ങനെ വീഡിയോ കണ്ടതുകൊണ്ട് മനസ്സിലായി എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് വരിക. യെസ്, നമ്മൾ എഴുതുന്നില്ലേ വൈവയുടെ ഡൗട്ട്സ്? എന്തായാലും നിങ്ങൾക്ക് ഒരു ഇൻസ്ട്രക്ഷൻസ്, ഒരു മാനുവൽ പോലെ, ഒരു റൈറ്റപ്സ് പോലെ തരും. അപ്പൊ അത് വൈവയ്ക്ക് മുമ്പ് തന്നെ തരും. അപ്പൊ അതും കൂടെ കാണുമ്പോഴേക്കും കുറച്ച് ഐഡിയ കിട്ടും. ആകെ സമയം നമ്മൾ 10 മിനിറ്റ്സ് ആയിരിക്കും വരുന്നത്. പക്ഷെ ആ ടീച്ചർ ചിലപ്പോൾ കുറെ നേരം കൊണ്ട് വൈവ ചെയ്യുമായിരിക്കും. ആ ടീച്ചർക്ക് 10 മിനിറ്റ്സ് ആയിരിക്കില്ലല്ലോ, ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ട് 4 പേരെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അതുകൊണ്ട് ആലോചിക്കുക, ലേറ്റ് ആവാതെ ആ ഒരു ടൈമിലാണ് ഒന്ന് ജോയിൻ ആവാനായിട്ട്. അങ്ങനെയൊക്കെ നോക്കിയാൽ മതി. ഓക്കെ, ഇനിയൊന്നുമില്ലല്ലോ. അപ്പൊ വെള്ളിയാഴ്ച നൈറ്റ് ക്ലാസ് ഉണ്ട്, മെസ്സേജ് വരും. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചു കേട്ടോ. മോഡ്യൂൾ 3 ആണ്. അപ്പൊ അതിന് മുമ്പ് മോഡ്യൂൾ 3 ഒന്ന് വെറുതെ മറിച്ച് നോക്കുക, ഒന്ന് വായിക്കാൻ പറ്റുന്നൊക്കെ ഒന്ന് വായിച്ചു. ഓക്കെ, പറഞ്ഞാലോ ഇല്ല അറിയാം. ഞാൻ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ക്ലാസ് കയറിയത്. മാം അത് 5th റെക്കോർഡിന്റെ ഇൻഡെക്സും പിന്നെ ആ പിക്ചർ വിത്ത് നെയിം അയക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ മാം. അത്
അയച്ചിനെങ്കിൽ പിക്ചർ വിത്ത് നെയിംസ് ഇപ്പൊ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകണം, കാരണം ഞാൻ അത് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇൻഡെക്സ് നമ്മൾ എഴുതുന്ന ഓരോ പേജിൽ ടൈറ്റിൽ അങ്ങ് എഴുതിയാൽ മതിയല്ലോ, പേജ് നമ്പർ വെച്ചിട്ട്. ആ മാം, 5th റെക്കോർഡിന്റെ മെയിൻ ഹെഡിങ് ഉണ്ടല്ലോ, റോമൻ നമ്പറിൽ എഴുതിയത് അത് മാത്രമല്ല മൊത്തത്തിലെല്ലാം മെയിൻ ഹെഡിങ് മെയിൻ ഹെഡിങ് മാത്രം മതി, സബ് ഹെഡിങ് വേണ്ട. സബ് ഹെഡിങ്ങിനുള്ള സ്ഥലം നിങ്ങൾക്ക് ഉണ്ടാവുമോ? ഇല്ല മാം, അത് കൊറേ തന്നെ. അത് ഒന്ന് റോമൻസ് 1 to 5 വരെ ഉണ്ട്. അതിന്റെ ഉള്ളിൽ ആദ്യം 1 to 7, 12 അങ്ങനെ സബ് ഉണ്ട്. അപ്പൊ അതെല്ലാം വേണ്ടല്ലോ മാം. അതായത് നമുക്ക് 5th റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണ്ടിസോറി അപ്പാരറ്റസ് ആണ്, മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്തത്. ശരിക്കും 5 ഹെഡിങ് മതി. നിങ്ങളുടെ മോഡ്യൂൾ 3 ഇല്ലേ, അതിലെ 5 പാർട്ട് ഇല്ലേ, അതാണ് നമ്മളുടെ 5ാമത്തെ റെക്കോർഡിന്റെ 5 ഏരിയ. ആ 5 ഏരിയയെ കുറിച്ചാണ് ഫ്രൈഡേ നൈറ്റ് അതാണ് നെക്സ്റ്റ് സാറ്റർഡേ 4th ഈ ഫ്രൈഡേ നൈറ്റ് ഞാൻ ക്ലാസ് വെക്കും. നെക്സ്റ്റ് സാറ്റർഡേ 4th അത് നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യും. ഓക്കെ മാം, അതായത് 5 ടൈപ്സ് ഓഫ് അപ്പാരറ്റസ് എന്ന് എഴുതിയിരിക്കുന്ന ആ 5 5 ഏരിയ ആണ് മറിയ മോണ്ടിസോറി കുട്ടികളുടെ ക്ലാസ് റൂം എന്ന് പറയാറില്ല, മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിനെ 5 ഏരിയ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ ഏരിയയിലും ഡിഫറെന്റ് മെറ്റീരിയൽസ് ഉണ്ട്. ഇപ്പൊ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ 1ാമത്തെ ഏരിയ, അതിനകത്ത് വരുന്നതാണ് ഈ ഡ്രസ്സിംഗ് ഫ്രെയിം, മാറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ 2ാമത് വരുന്നതാണ് സെൻസോറിയൽ ഏരിയ, 5 സെൻസുമായി കണക്ട് ചെയ്യുന്ന കുറെ മെറ്റീരിയൽസ്, ഏറ്റവും കൂടുതൽ മെറ്റീരിയൽസ് സെൻസോറിയൽ ഏരിയയിലാണ് വരുന്നത്. പിന്നെ ലാംഗ്വേജ് ഏരിയ, നമ്മുടെ ആൽഫബറ്റ്സ്, മൂവബിൾ ആൽഫബറ്റ്സ്, അങ്ങനെയുള്ളതെല്ലാം ലാംഗ്വേജ് ഏരിയയിൽ വരും. പിന്നെ അവിടെയാണ് പ്രീ റൈറ്റിംഗ് ബോർഡ് അത് വരുന്നത്. പിന്നെ 4ാമത് വരുന്നതാണ് മാത്തമാറ്റിക്കൽ ഏരിയ, നമ്മുടെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, നമ്പറിന്റെ ഫെമിലറൈസേഷൻ, കൗണ്ട് ചെയ്യുന്നത്, അതെല്ലാം അതിന് പറ്റുന്ന മെറ്റീരിയൽസ് എല്ലാം അവിടെ വരും. പിന്നെ ലാസ്റ്റ് 1 ആണ് സയൻസ്, ജോഗ്രഫി ആൻഡ് അതർ കൾച്ചറൽ ഏരിയ. അവിടെ പിക്ചേഴ്സ് മാത്രമേ ഉള്ളൂ. ഗ്ലോബ്, മാപ്പ്, അറ്റ്ലസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ. പിന്നെ ഗാർഡൻ ഉണ്ടെങ്കിൽ ഗാർഡൻ, അങ്ങനെയുള്ള. പിന്നെ മ്യൂസിക്കൽ ഏരിയ, ഇതെല്ലാം സയൻസ്, ജോഗ്രഫി ആൻഡ് അതർ കൾച്ചറൽ ഏരിയ. അപ്പൊ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ്, അതൊക്കെ അതിന്റെയൊക്കെ പിക്ചേഴ്സ് വേണമെങ്കിൽ, സെലഫോൺ, അതൊക്കെ കൂടുതൽ ഉപയോഗിക്കും മോണ്ടിസോറി എൻവയോൺമെന്റിൽ. ഇങ്ങനെ 5 ഏരിയ ആണ്. അപ്പം ആ 5 ഇൻഡെക്സ് പേജിൽ ഇട്ടിട്ട് എത്ര പേജ് തുടങ്ങി എത്ര പേജ് വരെയാണ് ഓരോ ഏരിയ എന്ന് എഴുതി വെച്ചാൽ മതി. ക്ലിയർ ആയോ? മുഴുവൻ മെറ്റീരിയൽസ് ഏകദേശം എനിക്ക് തോന്നുന്നു 38-40 മെറ്റീരിയൽസ് എങ്ങാണ്ട് നമ്മൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. മെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം നമ്മളിവിടെ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? വന്നിട്ടുണ്ടാവുമായിരിക്കും ക്ലാസ്സിൽ. ഞാൻ ചോദിച്ചു നോക്കാം. ഞാൻ അതെല്ലാം കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പേര്. മാം, ഒരു കാര്യം ചോദിക്കട്ടെ, പിങ്ക് ടവർ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? നിർബന്ധമില്ല. അപർണ മാം പറഞ്ഞതുകൊണ്ട് ഞാനത് പറഞ്ഞേ ഉള്ളൂ. മാമിന് ഒരു സന്തോഷം. മാം നിർബന്ധമായിട്ടും ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു, ഇങ്ങനെ കാണിച്ചത്. പലരും പിങ്ക് ടവർ ചെയ്ത് സ്കൂളിൽ കൊണ്ടുപോയപ്പോ നല്ലൊരു ഫീഡ്ബാക്കും കിട്ടിയിരുന്നു കേട്ടോ. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു, വീട്ടിലെ കുട്ടികളെ നല്ലപോലെ ചെയ്തു. പിന്നെ ചാർട്ട് പേപ്പർ ആണെന്നുള്ളതിന്റെ ഒരു ലിമിറ്റേഷൻ പെട്ടെന്ന് നാശമാകും അല്ലെ. എനിവേ ഞാനെന്ന ടീച്ചേഴ്സിനോട് സംസാരിക്കാം അതിനെ പറ്റി കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇന്ന് തന്നെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ക്ലാസ് റൂമിൽ ഇന്ന് തന്നെ ഷെയർ ചെയ്യാനായിട്ട് ഞാനതെല്ലാം കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പേരൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വൺസ് ഇത് കഴിഞ്ഞാലും ഈ ഓരോ മെറ്റീരിയൽസ് യൂട്യൂബിലൊന്ന് ചെക്ക് ചെയ്യുക. പ്യുവർ മോണ്ടിസോറി ക്ലാസ് റൂമിൽ കുട്ടികൾ അത് ചെയ്യുന്നതിന്റെ നല്ല നല്ല വീഡിയോസ് കിടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഒരു പ്രാവശ്യം കണ്ടാലൊന്നും അത് നമ്മൾ ഒരു പ്രാവശ്യം കാണുമ്പോൾ ആ കൊള്ളാം സിമ്പിൾ ആണ്. എന്നിട്ട് അത് കണ്ടിട്ട് നമ്മൾ പോയിരുന്ന ആ മെറ്റീരിയൽ വെച്ച് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പൊ അത് റിപ്പീറ്റ് ചെയ്ത് കാണും. അതാണ് പറയാൻ വേണ്ടി സർ, റിപ്പിറ്റേഷൻ കുട്ടികളുടെ ഡെവലപ്മെന്റിന് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നതിന് കാരണം അതാണ്. നമുക്ക് ഒറ്റ ഇതിൽ തന്നെ അത് ചെയ്യാനായിട്ട് പറ്റില്ല. ഞാൻ ഓർക്കാൻ കാരണം എന്താണെന്ന് വെച്ചാല് നമ്മൾ ചെറുപ്പത്തിൽ അങ്ങനെ തന്നെയാണ്. നമ്മൾ പഠിക്കുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്താലാണ് നമുക്കത് തറവാവുള്ളൂ. ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നു ഞാനൊക്കെ പഠിക്കുന്ന സമയത്തിട്ട്. അപ്പം ഇംഗ്ലീഷിന് നമ്മൾ മലയാളം മീഡിയം ആയിരുന്നു. അപ്പൊ ഇംഗ്ലീഷ് ഞങ്ങളെ ട്യൂഷൻ പഠിപ്പിക്കുന്ന ചേച്ചി ഡിക്റ്റേഷൻ ഇടുവായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ ഡിക്റ്റേഷൻ ഇടുമ്പോൾ ചേച്ചി മങ്കി എന്നുള്ള വേർഡ് പറഞ്ഞു. 7th 8th എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പൊ വേർഡ് പറഞ്ഞപ്പോഴേക്കും എന്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു ഫ്രണ്ട്, ആ കുട്ടി പറഞ്ഞു, ഇതൊക്കെ വളരെ സിമ്പിൾ അല്ലേ, ഇതൊക്കെ എന്തിനാണ് ഡിക്റ്റേഷൻ ചോദിക്കുന്നത് എന്നുള്ള രീതിയിൽ സംസാരിച്ചു. ഞങ്ങളെല്ലാം എഴുതി.
റിസൾട്ട് വന്നപ്പോൾ എന്തായി, പറഞ്ഞ ആളുടെ മങ്കി എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് തെറ്റിപ്പോയി. അപ്പൊ അതാണ് നമ്മൾ വിചാരിക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ സിമ്പിൾ ആണ് നമ്മൾ വിചാരിക്കും, പക്ഷെ സംഹൗ നമുക്ക് എറർ അവിടെ വരും. അപ്പൊ ഈ എററിനെ മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നത്. റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോഴേക്കും നമുക്ക് തറവ് ആവും, നമുക്ക് അതിന്റെ കൺട്രോൾ കിട്ടും. ഞാൻ മറിയം അത് പറയുന്നുണ്ട്. അപ്പൊ നമുക്കിനി വരുന്നുണ്ട് നമ്മുടെ സെഷൻസിലെല്ലാം. ഇപ്പൊ പാർട്ട് 3 നമ്മൾ എവിടെ വരെയായി? പാർട്ട് 3 കഴിഞ്ഞു. പാർട്ട് 3യുടെ യൂണിറ്റ് 3 എടുത്തിരുന്നോ? എനിക്ക് സത്യത്തിൽ അറിയില്ല പാർട്ട് 3 സ്റ്റാർട്ട് ചെയ്തോ എന്നുള്ളത്. കുഴപ്പമില്ല, നമ്മൾ ഒത്തിരി ബാക്കിലൊന്നും അല്ല. കാരണം 8 തന്നെ ഫൈനൽ എക്സാം ആവുന്നേ ഉള്ളൂ. അവര് ശരിക്കും യൂണിറ്റ് 4 നിൽക്കുക. പാർട്ട് 3യിലെ എല്ലാ യൂണിറ്റ്സും ഇമ്പോർട്ടന്റ് തന്നെയാണ്. പക്ഷെ യൂണിറ്റ് 3, യൂണിറ്റ് 4, യൂണിറ്റ് 7, യൂണിറ്റ് 10 നമ്മുടെ മോണ്ടിസോറി മെത്തേഡിന്റെ പ്രാക്ടിക്കൽ സെഷനുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. ഇത് നല്ലതായിട്ട് നമുക്കൊരു ഐഡിയ കിട്ടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഒരു കുഞ്ഞിനെ എങ്ങനെ ഡീൽ ചെയ്യണം, ആ കുട്ടി മുന്നിൽ വരുമ്പോ ഇത് എങ്ങനെ ആ കുട്ടിയെ ആക്ടിവിറ്റി ചെയ്യിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്നൊരു ക്ലാരിറ്റി കിട്ടും. അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട്. യൂണിറ്റ് 3 കംപ്ലീറ്റ് ആയിരുന്നു മാം. യൂണിറ്റ് 3 കംപ്ലീറ്റ് ആയി അല്ലെ? അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻസ് റെഡിയാണ് കേട്ടോ. ക്വസ്റ്റ്യൻസ് ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ നമ്മൾ ഇനി എടുക്കേണ്ടത് യൂണിറ്റ് 4 ആണ്. അപ്പൊ ജസ്റ്റ് അതിന്റെ ഒരു ഇൻട്രോ പറയാം. സെൽഫ് കൺസ്ട്രക്ഷൻ, അതാണ് യൂണിറ്റ് 4. അപ്പൊ നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ വർക്കുകളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. യൂണിറ്റ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യുന്നില്ല, അതിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ചെയ്യാനുള്ള വർക്കല്ല, നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങളായിരിക്കും ക്ലാസ് ലീഡ് ചെയ്യുന്നത്. ഇപ്പൊ യൂണിറ്റ് 4ന്റെ ടെക്സ്റ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അത് സെൽഫ് കൺസ്ട്രക്ഷൻ ആണ്. നമ്മൾ ഓൾറെഡി 3 പറഞ്ഞു, കുട്ടി തന്നെ ഡെവലപ്പായി വരണമെങ്കിൽ അവന് ഫ്രീഡം കൊടുക്കണം. ആ ഒരു ഫ്രീഡം, അവൻ ജീവിക്കുന്ന ചുറ്റുപാട്, സറൗണ്ടിങ്സുമാണ് അവന്റെ ഡെവലപ്മെന്റിന് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇത് രണ്ടും പോരാതെ വന്നു കഴിഞ്ഞാൽ അവന്റെ ഡെവലപ്മെന്റ് അതുപോലെ തന്നെ വളരെ ലോ ആയി പോകും. ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞല്ലേ. അവന്റെ ഓരോ ഏരിയയിലുള്ള ഡെവലപ്മെന്റ്, ലാംഗ്വേജിലാണെങ്കിൽ, അല്ലെങ്കിൽ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി, അവന്റെ ഇന്റലിജൻസ്, അവന്റെ വാല്യൂസ് ഉണ്ടാകുന്നത്, അവൻ കുറച്ചുകൂടെ വലുതാകുമ്പോൾ അവൻ പലപ്പോഴും കോൺഷ്യസ് ആകുന്നത്. പിന്നെ അഡൽട്ടിന്റെ റോൾ എന്താണ്? അഡൽട്ട് എപ്പോഴും പാസീവായിട്ട് നിൽക്കണം. കുട്ടിയെ എപ്പോഴെങ്കിലും ഇന്റർവ്യൂ ചെയ്യണമെന്ന് വേണ്ടി വന്നാൽ മാത്രമാണ് അഡൽട്ട്സ് ഇടപെടാൻ പറ്റുള്ളൂ. ഇവിടെ കുട്ടി ചെയ്യുന്ന പ്രോസസ്, അതിനെ അവൻ എൻജോയ് ചെയ്യുന്ന നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ അതിൽ പറയും. ഇനി സെൽഫ് കൺസ്ട്രക്ഷൻ തന്നെ നമ്മൾ രൂപപ്പെട്ടു വരണം. അല്ലാതെ നമ്മൾ പറയില്ലേ, ഞെക്കി പഴുപ്പിച്ച പഴങ്ങൾക്ക് അധികം മധുരം ഉണ്ടാവില്ല എന്ന്. തന്നെ പാകമായിട്ട് വരുന്നതിന് നല്ല മധുരമായിരിക്കും എന്ന് പറയും. അതിപ്പോ ബട്ടർഫ്ലൈയുടെ കേസുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. മറിയ മോണ്ടിസോറി ബട്ടർഫ്ലൈയുടെ മെറ്റാമോർസിസ്, ആ ഒരു രൂപപരിണാമം അല്ലെ, അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാറ്റർപില്ലർ മുട്ടയിടുന്നു, ലാർവ, അത് വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു. ഈ പുഴുക്കൾ അല്ലെ, അത് ഭക്ഷണമെല്ലാം നല്ലപോലെ കഴിച്ചിട്ട് ഒരു കൊക്കൂൺ പോലെ ഉണ്ടാക്കി അതിൽ പ്യൂപ്പാവസ്ഥയിൽ ഇരിക്കുന്നു എന്ന് പറയുന്നത്, ഉറങ്ങുന്നു പറയും. ഈ പ്യൂപ്പ തന്നെ ബ്രേക്ക് ചെയ്ത്, ശക്തിയോടുകൂടി ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വളരെ ബ്യൂട്ടിഫുൾ വിങ്സ് ആയിട്ട് ബട്ടർഫ്ലൈ പുറത്തേക്ക് വരുന്നത് നമുക്കറിയാം. ഇനി നമ്മൾ ചെന്ന് പതുക്കെ പ്യൂപ്പ ഒന്ന് പൊട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ഡീഫോർമേഷൻ സംഭവിച്ച ഒരു ജീവിയായിരിക്കും കിട്ടുന്നത്. ചിലപ്പോൾ ഒരു സൈഡിലെ വിങ് കുറച്ചുണ്ടായിട്ടുണ്ടാവും, മറ്റേ സൈഡിലെ വിങ് ഒരു കറക്റ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ ആയി പോവും. നല്ല ബ്യൂട്ടിഫുൾ വിങ്സോട് കൂടിയ ബട്ടർഫ്ലൈ ഉണ്ടാകില്ല. അതുപോലെ തന്നെയാണ് കുട്ടികളുടെ കാര്യം. അവര് തന്നെ ആയി വന്നാലാണ് അവരുടെ ആ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആവുള്ളൂ. അതാണ് സെൽഫ് കൺസ്ട്രക്ഷൻ എന്നുള്ളത് കൊണ്ട് പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത്. അപ്പൊ കുട്ടികളെ ഇങ്ങനെ സെൽഫ് കൺസ്ട്രക്ഷൻ, സെൽഫ് മെയ്ഡ്, അവർ തന്നെ കൺസ്ട്രക്റ്റഡ് ആയി വരുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന 2 കാര്യങ്ങളുണ്ട്. നമ്മൾ യൂണിറ്റ് 3 പറഞ്ഞു. ഇവരുടെ നാച്ചുറൽ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന 2 ടൂൾസ്, 2 എയ്ഡ് ഉണ്ട്. ഏതായിരുന്നു? സെൻസിറ്റീവ് പീരീഡും അബ്സോർബന്റ് മൈൻഡും അല്ലെ. അവര് എൻവയോൺമെന്റുമായിട്ട് വളരെ സെൻസിറ്റീവ് ആണ്. അതുപോലെ തന്നെ അവരുടെ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സ്പഞ്ച് പോലെയാ, എന്തും ഇങ്ങനെ വലിച്ചെടുക്കും. വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് വെള്ളം വലിച്ചെടുക്കുന്ന പോലെ ഇവര് ചുറ്റും കാണുന്നത് മുഴുവൻ ഇവര് അങ്ങോട്ട് അബ്സോർബ് ചെയ്ത് വെക്കും. അത്രയ്ക്ക് അവര് ബ്രെയിനിൽ അങ്ങ് സ്റ്റോർ ചെയ്ത്. ഇതിന്റെ ഫസ്റ്റ് ടൂളായ സെൻസിറ്റീവ് പീരീഡ് 6 ഡിവിഷൻ എന്തോ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഓരോന്നും ഓരോരുത്തരായിട്ട് നാളെ അടുത്ത ക്ലാസ്സിൽ ലീഡ് ചെയ്യണം. സെൻസിറ്റീവ് ടു ലാംഗ്വേജ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് ആരൊക്കെ ഏതൊക്കെയാന്നുള്ളത് നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട്
അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ടോപ്പിക്ക് തന്നെ രണ്ടുപേര് ചിലപ്പോൾ, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് നിങ്ങൾക്ക് ഓരോ ടോപ്പിക് ഓരോരുത്തരും മതി കേട്ടോ. എന്നിട്ട് ഗ്രൂപ്പായിട്ട് ചെയ്യണം, രണ്ടുപേര് ചേർന്ന് ഒരു ടോപ്പിക് ചെയ്യണോ, അങ്ങനെ ചെയ്യാം. ഒരു 5 minutes ഒരു ടോപ്പിക്കിന് മതിയാകുന്ന ഞാൻ വിചാരിക്കുന്നു. ആ രീതിയിലാണെങ്കിൽ നമ്മൾക്ക് ആ ടോപ്പിക്കും തീരും. എന്നിട്ട് നമ്മൾ കേൾക്കുന്ന, അപ്പൊ ഞാൻ ഉൾപ്പെടെ ഒരാൾ എടുക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ ബാക്കി എല്ലാവരും ഇത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഞങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്യണം എന്ന് തോന്നുവാണെങ്കിൽ ഞങ്ങളും ആഡ് ചെയ്ത് നമുക്ക് ആ സെഷൻ ഒന്ന് ഫ്രൂട്ട്ഫുൾ ആക്കാം. ഓക്കെ, എന്ത് പറയുന്നു? ഓക്കെ മിസ്, നമ്മള് ക്ലാസ് എടുക്കുകയാണ് അല്ലെ? ഇതില് തന്നതിന്റെ നമ്മളിപ്പോ സെൻസിറ്റിവിറ്റി ടു ലേണിംഗ് ത്രൂ ദെയർ 5 സെൻസ് എന്ന് പറയുകയാണെന്നുവെച്ചെങ്കിൽ അത് റീഡ് ചെയ്തിട്ട് നമുക്ക് എന്താണോ അതിൽ നിന്ന് മനസ്സിലായത് അത് നമ്മൾ ക്ലാസ് ആയിട്ട് അവതരിപ്പിക്കുക അല്ലെ? അതുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും റിയൽ ലൈഫ് എക്സ്പീരിയൻസ് കണക്ട് ചെയ്യാൻ, റിയൽ ലൈഫ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു കുഞ്ഞിന്റെ കാര്യവുമായിട്ട് എന്തെങ്കിലുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്ത് പറയാം. ആ ലൈൻസ് വായിച്ച് നമ്മളതിന്റെ മീനിങ് അങ്ങനെ ഒരിക്കലും പോകരുത്. അതിന്റെ കണ്ടന്റ് എന്താണോ അതിനെപ്പറ്റി വൈഡായിട്ട് നിങ്ങൾക്ക് പറയാനുണ്ടോ പറയാം, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടോ ഷെയർ ചെയ്യാം. അങ്ങനെ ആ രീതിയിൽ നമുക്കൊരു ഇന്ററാക്റ്റീവ് സെഷനായിട്ട് ക്ലാസ് പോകണം. ഞങ്ങളെല്ലാം അത് കേട്ടിരിക്കും. നമുക്കും അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാനൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മളും അത് ഷെയർ ചെയ്ത് നമുക്ക് അങ്ങനെ ഓരോരുത്തർ സെഷൻ നമുക്ക് അങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ആരൊക്കെ ഏതൊക്കെ പാർട്ട് എന്നുള്ളത്, ഏതൊക്കെ ടോപ്പിക് എന്നുള്ളത് നിങ്ങൾ തമ്മിൽ ആലോചിച്ച് തീരുമാനിച്ച് വരിക. ഷെയർ ചെയ്യാനായിട്ട് ഞാനിപ്പോ അതൊന്ന് 6 ടോപ്പിക്ക് ഞാനൊന്ന് ഷെയർ ചെയ്ത് കാണിച്ചു തരാം. അത് 6 സെൻസിറ്റീവ് പീരീഡ്. ആ സെൻസിറ്റീവ് പീരീഡിൽ 6 ഏരിയയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. സെൻസിറ്റീവ് ടു ഓർഡർ, ഒരു സിസ്റ്റമാറ്റിക് ഓർഡർ ഉണ്ടാവും. കുട്ടിയെ റൂമിനകത്ത് അടച്ചു വെക്കുവാണെങ്കിൽ ആ കുട്ടികൾക്ക് പുറത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല അല്ലെ? പക്ഷെ ഈ കുട്ടിയെ പുറം ലോകവുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന കുട്ടിക്ക് അറിയാം, നേരം വെളുക്കുമ്പോ ഇങ്ങനെയാണ് നമ്മുടെ ചുറ്റുപാടും കാണുന്നത്. ഇപ്പൊ വീട്ടിലൊരു ചേച്ചി എന്തെങ്കിലും ജോലിക്ക് വരുവാണെങ്കിൽ രാവിലെ ഒരു നാടൻ ചൊല്ലില്ലേ മാം, നമ്മള് ബ്രോയിലർ കോഴി നാടൻ കോഴി എന്ന് പറയില്ലേ, നാടൻ ചൊല്ലില്. അതെ, അതല്ല. അപ്പൊ ഇപ്പം റൂമിനടുത്ത് അടച്ചിരുന്ന കുട്ടിക്ക് പുറത്ത് നടക്കണമെന്നും അറിയില്ല. ഇപ്പൊ എല്ലാം പുറം ലോകവുമായിട്ട് കണക്ട് ചെയ്യുന്ന കുട്ടിക്ക് അറിയാം വീട്ടിലൊരു ചേച്ചി ജോലിക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ രാവിലെ വരും. ഇപ്പൊ സമയമായിട്ടും കാണാതെ വരുമ്പോ ചില കുട്ടികൾ അന്വേഷിക്കില്ലേ, ആന്റി ഇവിടെ എത്തി. പിന്നെ പപ്പ രാവിലെ ജോലിക്ക് പോകുന്നു, വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുന്നു. വൈകുന്നേരം ആ ടൈം ആകുമ്പോൾ കുട്ടിക്ക് അറിയാൻ നോക്കിയിരിക്കും, നോക്കിയിരിക്കും. ചിലപ്പോ ഉച്ചയ്ക്ക് വരുവാണെങ്കിൽ കുട്ടി ഉറങ്ങുമായിരിക്കും. ഉറങ്ങി എണീക്കുമ്പോ പപ്പയെ കാണുമ്പോൾ കുട്ടി ചോദിക്കില്ലേ, ഇപ്പൊ എന്താ നേരത്തെ വന്നു, അങ്ങനെ ചെയ്യും. അപ്പൊ ഇവർക്ക് ആ ഓർഡർ അറിയാം, എന്താണ് സംഭവിക്കുന്നത്. എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്യണം. വൈകുന്നേരം ആകുമ്പോൾ ഇരുട്ടാകും, അങ്ങനെയുള്ള കാര്യങ്ങളും. ഇപ്പൊ വീട്ടിൽ കോഴിയെ വളർത്തുന്നുണ്ടെങ്കിൽ കോഴിയെ കൂട്ടിലാക്കും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാം. അത് സെൻസിറ്റീവ്. അപ്പൊ അവർക്ക് ആ ഓർഡർ അറിയാം, രാവിലെ ഇത് സംഭവിക്കുന്നു, ഉച്ചയാകുമ്പോൾ ഇത് സംഭവിക്കുന്നു, വൈകുന്നേരം ആകുമ്പോൾ ഇത് സംഭവിക്കുന്നു, അങ്ങനെയുള്ള ഓർഡർ കിട്ടും. അങ്ങനെ എല്ലാത്തിനെ പറ്റി. പിന്നെ അവരുടെ 5 സെൻസസിലൂടെ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നു. നെക്സ്റ്റ് അവർ സോഷ്യലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ, സോഷ്യൽ ഇൻട്രസ്റ്റ്, അവർക്ക് പുറത്തു പോകാനുള്ള താല്പര്യം, ആളുകളെ കാണുന്ന ഇഷ്ടം, അവരുടെ പ്രായത്തിലുള്ള കുട്ടികളുമായിട്ട് അവർ കളിക്കുന്നു, അങ്ങനെയുള്ളത്. പിന്നെ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ ഇവരുടെ ലാംഗ്വേജും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചില അവർക്ക് ഫെമിലർ ആയിട്ടുള്ള ആളുടെ ഒച്ച കേൾക്കുമ്പോൾ കെയർ ഗീവർ, ഇപ്പൊ അമ്മയുടെ ഒച്ച കേൾക്കുമ്പോഴേക്കും കുട്ടി ശ്രദ്ധിക്കും, അച്ഛന്റെ ഒച്ച കേൾക്കുമ്പോഴേക്കും കുട്ടി ശ്രദ്ധിക്കും. അങ്ങനെ കുട്ടിക്ക് വളരെ ഫെമിലർ ആയിട്ടുള്ള ആൾക്കാരുടെ ഒച്ച, ചേട്ടനുണ്ടെങ്കിൽ ചേട്ടൻ രാവിലെ സ്കൂളിൽ പോയി വൈകിട്ട് വരുമ്പോ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വരികയാണെങ്കിൽ കുട്ടി പെട്ടെന്ന് ശ്രദ്ധിക്കും ആളുടെ. ഇപ്പൊ സെൻസിറ്റിവിറ്റി ഫോർ ലാംഗ്വേജ്, പിന്നെ കിളികൾ പോകുന്നത്, ഡോഗ് ബാർക്കിംഗ്, എന്തോ വണ്ടി അച്ഛനൊക്കെ കണക്ട് ചെയ്ത് പറയാട്ടോ. ഇതിന് പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല. പിന്നെ സെൻസിറ്റിവിറ്റി ഫോർ വാക്കിംഗ്, നടക്കാൻ തുടങ്ങുമ്പോഴേക്കുള്ള അവരുടെ ആ ഒരു സ്റ്റെപ്പ് വെക്കുന്നതിന്റെയും അവർക്കത് ചെയ്യാനുള്ള ടെൻഡൻസി, വീണാലും അവർ അവിടെ എണീറ്റ് വീണ്ടും നടക്കാൻ നോക്കുന്നതും. പിന്നെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചോണ്ടേയിരിക്കും, ഉറുമ്പ് പോണത്. പിന്നെ അതുപോലെ തന്നെ ഈ ഞാൻ എന്റെ കുഞ്ഞുങ്ങൾ ചെറുതായിരുന്നപ്പോ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കായിരുന്നു. ആ വീട്ടിലിങ്ങനെ മൊസൈക്ക് ആയിരുന്നു. മൊസൈക്ക് ചിപ്സ് ചെറുതല്ലേ, മണിക്കൂറുകളോളം ഇരുന്ന് അതിങ്ങനെ എടുത്ത് പറിച്ചെടുക്കാനായിട്ട് നോക്കും. ഇവര് മൈന്യൂട്ട്. പിന്നെ നമുക്കറിയാം, നമ്മുടെ ഫ്ലോറിൽ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ
നമ്മുടെ കയ്യിൽ കിട്ടിയില്ലെങ്കിലും ഇവരുടെ കയ്യിൽ കിട്ടും. അപ്പൊ മൈന്യൂട്ട് ഒബ്ജക്ട്സ് ഒരു ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ 6 പീരീഡിൽ വരുന്നത്. അപ്പൊ നിങ്ങളത് പ്രിപ്പയർ ചെയ്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ക്ലാസ് കുറച്ചുകൂടെ ലൈവായിട്ട് പോകും. കയറാൻ പറ്റാത്തവർക്ക് കയറാൻ പറ്റുവാണെങ്കിൽ വളരെ ഇതായിരിക്കും. അപ്പൊ ആര് ഏതെടുക്കുന്നു എന്നുള്ളൊരു ധാരണ ഒന്ന് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചോളൂ കേട്ടോ. ചെയ്യുന്നു മിസ്സേ ഒരു കാര്യം, ഞാന് റെക്കോർഡ് ചെയ്തതില് ഫസ്റ്റത്തെ കളക്ഷൻ ബുക്കില് അതെന്റെ ഫിനിഷ് ആയേ. പക്ഷെ ഞാൻ അതില് കളക്ഷൻ ഓഫ് സ്മോൾ പിക്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് ഐറ്റം എന്നുള്ളത് ഏറ്റവും ലാസ്റ്റിലേക്ക് പോയി. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെ വന്നതില്? ഇല്ല, അത് ഏതായിരുന്നു? കളക്ഷൻ ബുക്ക് മനസ്സിലായി. അതില് 9ാമത്തെ നമ്മള് നമ്പേഴ്സ് ഓർഡറിൽ വരുമ്പം 9ാമത്തെ 8ാമത്തെയാണ് ഈ കളക്ഷൻ ഓഫ് സ്മോൾ പിക്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് ഐറ്റംസ് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിക്ചേഴ്സ് നമ്മൾ ഒട്ടിക്കുന്നത്. അപ്പൊ ഞാൻ പക്ഷെ അത് അവിടെ ഡിജിറ്റൽ പെയിന്റിങ് കഴിഞ്ഞ് ഡയറക്റ്റ് ഡൊമസ്റ്റിക് ആനിമൽ, വൈൽഡ് ആനിമൽ കണ്ടിന്യൂ ചെയ്തു പോയി. സ്മോൾ പിക്ചേഴ്സ് അതിന് ടൈറ്റിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ കളക്ഷനോ എന്തെങ്കിലും കളക്ഷൻ ഓഫ് പിക്ചേഴ്സ് എന്തെങ്കിലും ഒരു ചെറിയ സിമ്പിൾ ആയിട്ടൊരു ടൈറ്റിൽ കൊടുക്കാൻ പറ്റിയ ടൈറ്റിൽ കൊടുത്തോളൂ. അല്ലെങ്കിൽ ഒരു ബുക്ക് മാർക്ക് വെച്ചാലും മതി. ആ ടൈറ്റിൽ എഴുതിയിട്ട് നല്ല ഭംഗിയായിട്ടൊരു ബുക്ക് മാർക്ക് ഡിസൈൻ ചെയ്ത് വെച്ചാലും മതി. Anything else? Okay, no. Okay, bye. Thank you, ma'am. Bye. 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 Thank you, ma'am. Thank you, ma'am. Bye. Thank you, ma'am.